30 വർഷമായി പല ഗ്രാമത്തിലായി നടക്കുന്ന തുടർ കൊലപാതകങ്ങൾ. അവസാനം നമ്മുടെ ഈ കഥയിലെ നായികയായ ക്രൈം റിപ്പോർട്ടറുടെ അസിസ്റ്റന്റായ അവൾ അനിയത്തിയായി കാണുന്ന പെൺകുട്ടിയുടെ ജീവൻ എടുത്തെന്നറിഞ്ഞപ്പോൾ പോലീസ് പരാജയപ്പെട്ടെടുത്ത് അവള് ഒരുങ്ങിയിറങ്ങുകയാണ്. അവസാന നിമിഷം വരെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളും ടേൺസുമായിട്ട് ഒരു നിമിഷം പോലും ബോറടിക്കാത്ത ഈ ഒരു കഥ നമുക്ക് കണ്ടാലോ? പിന്നെ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ ഈ ചാനലിലേക്ക് വന്നിട്ടേ ഇല്ല. അതിന്റെ കാരണം പലപ്പോഴായിട്ട് നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ എന്റെ കണ്ണിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. അത് കുറച്ച് നല്ല സിവിയർ ആണ്. ഇനി അതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റും ഇല്ല. അപ്പം ഞാൻ കുറച്ചായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അവസാനം ഫൈനലായിട്ട് മനസ്സിലായതും കൂടുതൽ വോൾസ് ആവാൻ തന്നെയാണ് ചാൻസ് എന്നാണ്. അപ്പോൾ നല്ല കണ്ണിന്റെ പെയിന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ മുഴുവനായിട്ട് ചെയ്തത്. അത് ചെയ്തതിന് ശേഷമാണ് ഇതേ വീഡിയോ വേറെ ചാനൽ വന്ന കാര്യം ഞാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് മാക്സിമം ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ കഥകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയുടെ അവസാനത്തിലൂടെ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഈ കഥ ആരംഭിക്കുന്നത് 1999 വർഷത്തിലാണ്. അങ്ങനെ ഒരു ഗ്രാമത്തിലൂടെ ആ നാട്ടിലെ MLA ആയിട്ടുള്ള ബാബു എന്നൊരാളിലെ ഒരു പരിപാടിക്ക് ഒരു പെൺകുട്ടി കൂട്ടിയിട്ട് പോയിട്ട് വരികയാണ്. അവളുടെ പേരാണ് ലക്ഷ്മി. എന്നാൽ വീടെത്താനായപ്പോ ഇന്നത്തെ നിന്റെ ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ, ഇടയ്ക്കൊക്കെ എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് നിനക്കൊന്ന് വന്നൂടെയെന്ന് മോശമായ രീതിയിൽ സംസാരിച്ചപ്പോ അവൾക്ക് ദേഷ്യം വരികയാണ്. അങ്ങനെ വീടിന്റെ കുറച്ച് അപ്പുറത്തിറങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഏതോ ഒരു മുഖംമൂടി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് അവള് ഡ്രസ്സ് മാറുമ്പോ എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. അവള് ഭയന്ന് തിരിഞ്ഞു റൂമിൽ നോക്കുമ്പോ ആരെയോ അല്ലെങ്കിൽ എന്തോ ഒന്ന് അവള് കണ്ട് പേടിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോ ലക്ഷ്മിയുടെ കൂട്ടുകാരി റാണി ലൈറ്റായിട്ടും അവളെ വീട്ടിന്റെ പുറത്ത് കാണാതായപ്പോ വീടിന്റെ വാതില് തള്ളുകയാണ്. അപ്പോഴാണ് ഉള്ളിലെ റൂമിലായിട്ട് ലക്ഷ്മി അനക്കമില്ലാതെ കിടക്കുന്ന കാണുന്നേ. അരികിൽ പോയി നോക്കുമ്പോ അവള് മരണപ്പെട്ടു എന്ന് മനസ്സിലാവുന്നുണ്ട്. അവളുടെ തൊട്ടടുത്തായിട്ട് ആരോ കുറച്ച് മുല്ലപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തന്റെ കൂട്ടുകാരുടെ അവസ്ഥ കണ്ടിട്ട് റാണി നേരെ ഓടി സ്റ്റേഷനിലേക്ക് പോയിട്ട് കാര്യങ്ങൾ പറയാൻ നോക്കുമ്പോ ലക്ഷ്മിയുടെ റാണിയുടെ ഒക്കെ കാസ്റ്റും അതുപോലെ അവര് പൊതുവേദിയില് ഡാൻസ് കളിക്കുകയും ചെയ്യുന്ന ആൾക്കാരല്ലേ, ആ ഒരു ഇൻസ്പെക്ടറല്ലേ, നിന്നോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ നിന്റെ ഒന്നും ഒരു കേസ് എനിക്ക് എടുക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ അവിടുന്ന് അവർ ഓടിച്ചു വിടുകയാണ്. അടുത്ത സീനില് നമ്മൾ ഈ കഥയിലെ നായികയായിട്ടുള്ള സന്ധ്യയാണ് കാണുന്നത്. അവളുടെ ചെറുപ്പത്തിലെ എന്തോ ഒരു ട്രോമ അവളെ അലട്ടുന്നുണ്ട്. കുഞ്ഞായിരുന്നപ്പോ അവള് എവിടെയോ നിൽക്കുമ്പോ അവളുടെ അരികിലേക്ക് കുറേയധികം ആളുകൾ ഇടിച്ചു കയറി വന്ന് അവളെ തട്ടിട്ടിട്ട് പോകുന്നേ എന്തോ ഒരു ദുസ്വപ്നം കണ്ട് അവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കാണ്. അതായത് ചെറുപ്പത്തിലെ ആ ഒരു ട്രോമാസ് ഇപ്പോഴും അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവള് ഫ്രഷ് ആയിട്ട് തന്റെ ജോലിക്ക് ഇറങ്ങുമ്പോ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇന്നും ലേറ്റ് ആയിട്ടാണോ. അങ്ങനെ അവള് നേരെ അവളുടെ ജോലിക്ക് പോവാണ്. നമ്മുടെ ഹീറോയിൻ സന്ധ്യ എന്ത് ജോലിയാ ചെയ്യുന്നത് വെച്ചാല് അറിയപ്പെടുന്ന ഒരു മീഡിയയിലെ ക്രൈം സ്റ്റോറി റിപ്പോർട്ടറാണ്. ഓഫീസിലെത്തിയപ്പോ തന്റെ അനിയത്തിയെ പോലെ കാണുന്ന അസിസ്റ്റന്റ് ബാബിയോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ തന്ന ന്യൂസ് അതുപോലെ പ്രസന്റ് ചെയ്യാനേ അപ്രൂവൽ കിട്ടിയോ? ചേച്ചിക്ക് അറിയുന്നല്ലേ, ഇനി ചേച്ചി എന്ത് റിപ്പോർട്ട് കൊടുത്താലും അവരുടെ വേർഷൻ മാത്രമേ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റൂ. ഇതിനേക്കാളും നല്ലത് നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു ബ്രോഡ്കാസ്റ്റ് തുടങ്ങിയാലോ? അപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ന്യൂസ് ഒരു ടെൻഷനും ഇല്ലാതെ പ്രസന്റ് ചെയ്തൂടെ? അവള് മറുത്തൊന്നും പറയാതെ നേരെ തന്റെ ക്രൈം സ്റ്റോറി വായിച്ചു തുടങ്ങുമ്പോഴാണ് അവള് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റോറിയിൽ കുറേയധികം ഹോട്ട് സീനുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റർബ് ആയ അവള് എന്നോട് ചോദിക്കാതെ ഇതിൽ ആരാ ആൾട്രേഷൻ വരുത്തിയേ? അപ്പോ കൺട്രോളർ പറയുന്നത് നമ്മുടെ ഓണർ രവി സാറല്ലേ, അങ്ങേര് ഓക്കെ ചെയ്ത് തന്ന സ്ക്രിപ്റ്റാ, തൽക്കാലം അതിലുള്ള പോലെ വായിക്കേ. എന്നാൽ ദേഷ്യത്തില് അവള് നേരെ ഹെഡ് ഓഫീസറായിട്ടുള്ള രവിയോട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. നമ്മള് വെറും സ്റ്റോറി മാത്രമല്ല ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്, കുറച്ചൊക്കെ കമ്മിറ്റ്മെന്റ് വേണ്ടേ? ഓരോ ക്രൈം സംഭവിക്കുമ്പോൾ അതിൽ ഓരോ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. ഇതിലൂടെ പലർക്കും അവയർനെസ് കിട്ടാനും വയലൻസ് ഇല്ലാത്ത ഒരു സൊസൈറ്റി ഉണ്ടാക്കാനുമാണ് നമ്മൾ ശ്രമിക്കണ്ടേ. അല്ലാതെ അതിൽ കുറേയധികം ഇക്കളിപ്പെടുത്തുന്ന വാക്കുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എഫേർട്ടിന് എന്ത് വാല്യൂ ഉള്ളേ? എന്നാൽ രവി ആണെങ്കിൽ ഈ കമ്പനിയിലെ ഓണർ ഞാനാണ്. നമ്മൾ ഓരോരോ പോഡ്കാസ്റ്റും ജനങ്ങളിലേക്ക് വിടുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവിടെ റെസ്പോൺസിബിലിറ്റി നീതി ന്യായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TRP കുത്തിനെ ഇറങ്ങിപ്പോ മോളെ. പലപ്പോഴായിട്ട് നീ ഇതുപോലെ ആർഗ്യൂ ചെയ്യുന്നുണ്ട്, ഇനിയും ഇത് സമ്മതിച്ചു തരാൻ പറ്റില്ല. സന്ധ്യയ്ക്കും വല്ലാതെ ദേഷ്യം വരികയാണ്. അങ്ങനെ ഡെസ്പായിട്ടിരിക്കുന്ന സന്ധ്യയുടെ അരികിലേക്ക് ഒരാള് കോഫി ഉണ്ടെന്ന് കൊടുക്കാണ്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ സന്ധ്യയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള അമറാണ്. അവളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പാഷൻ എന്ന് പറഞ്ഞിട്ട് കോഫി ഷോപ്പിന്റെ പിന്നാലെ പോയി. എന്നാലും നിന്റെ ജോലി IT പ്രൊഫഷൻ അല്ലേ, ജനങ്ങളുടെ മുമ്പിൽ കുറച്ചുകൂടി റെസ്പെക്ട് കിട്ടുന്ന ജോലിയല്ലേ. എന്നാലും സന്ധ്യ ആണെങ്കിൽ ഇതുപോലത്തെ റെസ്പെക്ട് കിട്ടാത്തതെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി നിന്റെ പ്ലാൻ എന്താ? അത് കുറച്ച് നാളായിട്ട് എന്റെ മനസ്സിലുണ്ട് ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങാൻ. അപ്പൊ അമർ ആഹാ എന്നാ പിന്നെ ഇനി എന്തിനു വെയിറ്റ് ചെയ്യുന്നേ? അതിനുവേണ്ടി നിനക്ക് വല്ല ടീമിനെ ഞാൻ സെറ്റ് ചെയ്ത് തരണോ? അതിന് ടീമിന്റെ ഒന്നും ആവശ്യമില്ല, ഒരു മൈക്കും ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ മതിയോ? അത് കേട്ടപ്പോ അസിസ്റ്റന്റ് ബാബി ഈ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്ത അവളാണ്. അവളൊന്ന് ടെസ്റ്റ് ആവുന്നുണ്ട്. എന്നാൽ എനിക്ക് വർക്കിനുള്ള മെറ്റീരിയൽ കളക്ട് ചെയ്യാനായിട്ട് 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു പാർട്ണറെ കിട്ടിയാൽ നല്ലതായിരുന്നു. ബാബിക്ക് മനസ്സിലായി തന്നെ ഉദ്ദേശിച്ചെന്ന്. അപ്പോ അവൾക്കും ഹാപ്പി ആവാണ്. അപ്പൊ അമർ ചോദിക്കുന്നുണ്ട് അപ്പൊ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ എന്തായാലും തീരുമാനമായി, അതുപോലെ എന്റെ ബോയ്
ഫ്രണ്ട് സ്ഥാനത്തിൽ നിന്ന് ഹസ്ബൻഡ് സ്ഥാനത്തിലേക്ക് വല്ല ഉയർച്ച ഉണ്ടാവോ? അതിന് ആദ്യം മോനെ നല്ലൊരു ജോലിക്കുള്ള ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നില്ലേ? അപ്പോൾ അത് സെറ്റാക്ക്, എന്നിട്ട് നമുക്ക് നോക്കാട്ടാ. ഓൾറെഡി സന്ധ്യയുടെ ഫാമിലിയിൽ ഇവരുടെ വയസ്സിൽ ചെറിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ ഇനിയെങ്ങാനും അവർ ഒളിച്ചോടി പോരാന്നുള്ളതുകൊണ്ട് ഫാമിലി അവസാനം സമ്മതിക്കുകയാണ്. അങ്ങനെ അവര് നേരെ അമറിന്റെ ഫാമിലിയിലേക്ക് ചെക്കനെ കാണാൻ പോവാണ്. എന്നാൽ സന്ധ്യ തന്റെ അസിസ്റ്റന്റ് ബാബി വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കുന്നില്ല. അവ ഫാമിലി ആണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് അവളെ നിനക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ അമറിന്റെ വീട്ടിലെത്തിയിട്ട് ഫാമിലിയുമായിട്ട് സംസാരിച്ചപ്പോ അവർക്കും ഓക്കെ ആവാണ്. അപ്പോൾ അമറിന്റെ അമ്മയില്ലേ, അവരുടെ പഴയ നല്ല ഓർമ്മകളും പഴയ ചെറുപ്പത്തിലെ ഫ്രണ്ട്സിന്റെ ഫോട്ടോസ് എല്ലാം കാണിച്ചുകൊണ്ട് നിന്റെ ഫ്രണ്ട്സിനെയും ഓഫീസൊക്കെ ഒരു ദിവസം എനിക്ക് കാണിച്ചു തരണം. അതിനെന്താ ആന്റി, അതുപോലെ ആന്റിയുടെ ഫ്രണ്ട്സിനെ എനിക്ക് പരിചയപ്പെടുത്തി തരണം. എന്നാൽ അവരാണെങ്കിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഫ്രണ്ട്സ് ഉണ്ടാവോ? അപ്പൊ സന്ധ്യ അതിൽ വിഷമിക്കണ്ട, കുറച്ച് നാൾ കഴിഞ്ഞാല് ഞാനും ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അമ്മയും മാറിക്കോ. അങ്ങനെ സന്ധ്യയുടെ ഫാമിലി അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മതത്തിൽപ്പെട്ടതുമല്ല പ്രായത്തിൽ വ്യത്യാസം കണ്ടപ്പോൾ വേണ്ടാന്ന് മനസ്സ് പറഞ്ഞതാ. എന്നാല് എത്ര നല്ല ഫാമിലിയാ. അപ്പൊ സന്ധ്യയുടെ അച്ഛൻ എന്റെ മോള് കണ്ടുപിടിച്ചതല്ലേ. തിരിച്ചു വരുമ്പോ ബാബിയുടെ വീടിന്റെ അരികിൽ വന്നപ്പോഴാണ് ബാബിയുടെ വീട്ടിലെ ജോലിക്കാരില്ലേ പേടിച്ചരണ്ട് അവരുടെ വണ്ടിയുടെ മുമ്പിലേക്ക് വന്ന് പറയുന്നേ, ബാബി മാഡം, ഞാൻ വീട്ടിൽ പോയപ്പോ മരണപ്പെട്ട് കിടക്കാണ്. കേട്ടോടെ തന്നെ നമ്മുടെ സന്ധ്യ വേഗം ആ വീട്ടിൽ പോയി നോക്കുമ്പോ ബാബിയും അവളുടെ ബോയ് ഫ്രണ്ടും മൃഗീയമായിട്ട് കൊല്ലപ്പെട്ട് കിടക്കാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ എന്താണ് അവർക്ക് ശരിക്കും സംഭവിച്ചതെന്ന് മീഡിയയോട് പറയാണ്. ലവേഴ്സ് ആയിരുന്ന അവർ രണ്ടുപേരും ഇന്റിമേറ്റ് ആയിരിക്കുന്ന സമയത്താണ് ആ ഒരു കൊലയാളി ആ വീട്ടിൽ കയറിയതും അവരെ ഇല്ലാതെയാക്കിയതും. അപ്പോഴാണ് ആ ഒരു ക്രൈം നടന്ന വീട്ടിലേക്ക് അന്വേഷണത്തിനായിട്ട് ഇൻസ്പെക്ടർ രാജീവ് വരുന്നത്. മീഡിയയോടോ ജനങ്ങളോടോ ഒന്നും പറയാതെ നേരെ വീട്ടിലേക്ക് കയറിയപ്പോ സന്ധ്യയും അതുപോലെ ബോയ് ഫ്രണ്ടും ഫാമിലിയൊക്കെ ഓൾറെഡി ആ ക്രൈം സീൻ ഉണ്ടല്ലോ. അപ്പോൾ കോൺസ്റ്റബിൾസിനോട് ക്രൈം സീനിൽ എവിഡൻസ് കണ്ടാമിനേറ്റ് ആവാൻ പാടില്ലെന്ന് അറിയില്ലേ, ഇവരോട് പുറത്തേക്ക് പോകാൻ പറ. അങ്ങനെ മാക്സിമം അവിടെ നിന്ന് എവിഡൻസ് കളക്ട് ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ പറഞ്ഞ് ആ ഒരു വീട്ടിലെ ഉള്ളിലെ റൂമിലെത്തിയപ്പോഴാണ് അവര് രണ്ടുപേരും ഇന്റിമേറ്റ് ആയിരിക്കുന്ന സമയത്താണ് ആ കില്ലർ വീട്ടിലേക്ക് എത്തിയതും. എന്തോ ശബ്ദം കേട്ട് ലവർ പുറത്തിറങ്ങിയപ്പോ ആദ്യം അവനെ കൊലപ്പെടുത്തിയിട്ട് അതിനുശേഷം ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത ശേഷമാണ് അവളെയും ഇല്ലാതാക്കിയത്. അപ്പോഴാണ് നമ്മുടെ SIയിലെ സന്ധ്യ കാണുന്നത്. നിങ്ങളൊക്കെ ആരാ? എന്റെ ഫ്രണ്ടായിരുന്നു ബേബി. അപ്പോഴാണ് SIയുടെ അസിസ്റ്റന്റ് പറയുന്നത്, ഇവര് ചാനലിൽ ക്രൈം റിപ്പോർട്ടുകളാ ചെയ്യാറ്. ഇപ്പോ ക്രൈം സീനിൽ വന്നിട്ട് റിപ്പോർട്ടുകൾ ക്രിയേറ്റിനൊക്കെ നിങ്ങൾ തുടങ്ങിയോ? ഇൻവെസ്റ്റിഗേഷന് ഡിസ്റ്റർബ് വരുത്താതെ നിങ്ങളൊന്നുകൂടെ മാറി തരുമോ? അങ്ങനെ സന്ധ്യ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ താൻ അനിയത്തിയെ പോലെ കണ്ട ബേബി അവള് തന്നോട് കാണിച്ച സ്നേഹവും ആ ഒരു കെയറും ഒക്കെ അവൾ ഓർക്കാണ്. അവൾക്ക് പറ്റിയ ഈ ഒരു ആപത്തിന് പിന്നിലെ ആരായിരിക്കും? അപ്പോഴാണ് മീഡിയയിൽ പറയുന്നത് പോലീസ് ഉറങ്ങാണെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ അവർ രണ്ടുപേരും രഹസ്യമായിട്ട് മീറ്റ് ചെയ്തുകൊണ്ടാണോ അവരെ ആരോ കൊലപ്പെടുത്തിയത്? അതായത് ആ പെൺകുട്ടിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് വളരെ മോശമായിട്ട് സൊസൈറ്റിയിൽ സ്പ്രെഡ് ആവുകയാണ്. അപ്പോൾ ഹയർ ഓഫീസർ SI വിളിച്ചിട്ട് നിങ്ങൾക്ക് മീഡിയ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ, വേഗം തന്നെ കേസ് കളിക്ക്. അങ്ങനെ SI രാജീവ് നേരെ വരുന്നത് ബാബിയും സന്ധ്യയും ജോലി ചെയ്തിരുന്ന ആ മീഡിയ കമ്പനിയിലേക്കാണ്. അങ്ങനെ ഓണർ രവിയോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ബാബിയുടെ വീടിന്റെ അരികിലായിട്ട് മറ്റൊരു CCTV ഉള്ളത്. നമ്മുടെ SI കാണുന്നത് അസിസ്റ്റന്റിനോട് അതിലെ വിഷ്വൽസ് ഉടനെ തന്നെ കളക്ട് ചെയ്ത് വെക്കാനും പറഞ്ഞ് അവിടുന്ന് പോവാണ്. അതേ സമയത്ത് നമ്മുടെ സന്ധ്യ ബേബിക്ക് എന്താ സംഭവിച്ചതെന്ന് എന്തെങ്കിലും മനസ്സിലെന്നറിയാൻ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ SI ആണെങ്കിൽ കേസ് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഇങ്ങനെ പിന്നാലെ വരണമെന്നില്ല, കൂടുതൽ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ നിങ്ങളെ വിളിച്ചോളാം. അപ്പോഴാണ് അവസാനമായിട്ട് ബാബി തന്നോട് പറഞ്ഞ കാര്യം അവൾ ഓർക്കുന്നത്. അതായത് സത്യസന്ധമായിട്ട് ഒരു ഷോ നടത്തണമെങ്കിൽ സ്വന്തമായിട്ട് ബ്രോഡ്കാസ്റ്റ് തുടങ്ങിയേ പറ്റൂ. അങ്ങനെ നേരെ അവൾ കമ്പനിയിലേക്ക് വന്നിട്ട് ഓണറായിട്ടുള്ള രവിയോട് 4 വർഷമായിട്ട് ഞാൻ ഈ കമ്പനിയിലുണ്ട്, ഞാൻ റിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അയാളാണെങ്കിൽ അല്ല സന്ധ്യ, നിന്നിലൂടെയാണ് ജനങ്ങള് ആ ഒരു ഷോയെ തന്നെ സ്വീകരിച്ച്, നിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് അതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തിയാ പോരെ. അപ്പോഴാണ് അവരുടെ അതേ ചാനലിൽ തന്നെ ബാബിയെ കുറിച്ച് പബ്ലിഷ് ചെയ്ത ന്യൂസ് അങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുന്നത്. സ്വന്തം കമ്പനിയിൽ ജോലി ചെയ്ത ഒരു പെൺകുട്ടിയായിട്ട് പോലും അവളെക്കുറിച്ചും അവളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചും വളരെ വൾഗറായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സന്ധ്യ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെയൊക്കെ ഒരു കൂടപ്പിറപ്പിനെ പോലല്ലേ അവളെ കണ്ടിരുന്നത്, അവളും നിങ്ങൾക്കൊരു ന്യൂസ് മെറ്റീരിയൽ മാത്രമാണോ? കുറച്ചെങ്കിലും ഒരു എമ്പതി നമ്മളെ കാണിക്കണ്ടേ? അപ്പൊ രവി ആണെങ്കിൽ ഈ ഒരു കമ്പനി നടത്തിക്കൊണ്ടുപോകുന്ന ഞാനല്ലേ, ഞാൻ പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് അല്ലേ ജനങ്ങൾ കാണുന്നേ, എന്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ ന്യൂസ് പറയുന്നേ, അല്ലാതെ ജനങ്ങളുടെ ഇഷ്ടത്തിന്. എനിക്ക് കമ്പനി വളർത്താൻ TRP ഹയർ ആയേ പറ്റൂ, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പണമാണ് എനിക്ക് ആവശ്യം. TRP കൂടിക്കഴിഞ്ഞാൽ സാലറി നിനക്കും കൂട്ടി തന്നാ പോരെ, അല്ലാതെ നിന്റെ ഈ ഒരു പ്രശസ്തിയും ഫെയിമൊക്കെ വെച്ച് ഇപ്പോ റിസൈൻ ചെയ്ത് നീ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ അവളാണെങ്കിൽ സാർ എന്തായാലും ഞാൻ ഇനി ഈ ജോലിയിലില്ല, ഞാനൊരു ബ്രോഡ്കാസ്റ്റ് ആരംഭിക്കാൻ പോവാ. ഇത്തിരി വലിയ കമ്പനിയിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ആരംഭിച്ചിട്ട് നിന്റെ ലൈഫ് തുലയ്ക്കാനാ സാർ? ഇനിയിപ്പോ കിട്ടുന്ന പൈസ കുറവാണെങ്കിലും കാണുന്ന ആളുകൾ കുറവാണെങ്കിലും എനിക്ക് എന്റെ മനസാക്ഷിക്കനുസരിച്ച് ശരിയെന്ന് തോന്നുന്ന ട്രൂ ആയിട്ടുള്ള ക്രൈം സ്റ്റോറികൾ പറയാൻ പറ്റും. അങ്ങനെ ബ്രോഡ്കാസ്റ്റിനായിട്ട് അവളൊരു റൂമും അതുപോലെ എക്യുപ്മെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവളുടെ ഫസ്റ്റത്തെ എപ്പിസോഡില് ബാബിയുടെ ക്രൈമിനെ കുറിച്ചാണ് അവൾ പറയുന്നത്. ബാബി അവളെന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി മാത്രമായിരുന്നില്ല, അവൾ എപ്പോഴും എന്നെ ചേച്ചി ചേച്ചി എന്നായിരുന്നു വിളിക്കാറുണ്ടായിരുന്നത്. അതുമാത്രമല്ല അവൾ എപ്പോഴും എന്നോട് ബ്രോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അവസാനം ഞാൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് കേൾക്കാനേ എന്റെ അനിയത്തി ബാബി ഇപ്പം ഇല്ല. എന്നാൽ അവൾ മരണപ്പെട്ട
മരണപ്പെട്ട ആ ഒരു ക്രൈം സീനിൽ ഞാൻ എത്തിയപ്പോൾ ഇത്രത്തോളം ബ്രൂട്ടലായിട്ട് ആരായിരിക്കും അവളോട് ഈ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടാവാന്ന് എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല. കുറേയധികം ക്രൈം സ്റ്റോറികളും നോവൽസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ പേഴ്സണലായിട്ട് അവളുടെ വീട് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേ എന്റെ മനസ്സിനെ അലട്ടിയിരുന്നത് ഇതുവരെയായിട്ട് ബാബി അവൾക്ക് ഇങ്ങനെ ഒരു ബോയ് ഫ്രണ്ടുള്ള കാര്യമോ അവരുടെ രണ്ടുപേരുടെയും പ്രണയം ഇത്ര പെട്ടെന്ന് അവസാനിക്കുമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അതായത് ഒരിക്കലും പോലീസ് ആ ഒരു ക്രൈം സീനിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നമ്മുടെ നായിക സന്ധ്യ അവള് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് ആ വീട്ടിൽ എങ്ങനെയായിരിക്കും ആ കൊലയാളി കൊലപാതകം ചെയ്തതെന്നൊക്കെ അവിടെ വെച്ച് തന്നെ ഒന്ന് ഇമാജിനേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് സന്ധ്യയ്ക്ക് എന്തോന്ന് കണക്ട് ആവുന്നത്. അവള് അവസാനമായിട്ട് ബാബിമാരെടുത്തൊരു ഫോട്ടോ നോക്കുമ്പോൾ അന്ന് അവളൊരു ചെയിന് കഴുത്തിൽ തിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവള് മരണപ്പെട്ട ശേഷം ആ ഒരു ചെയിനിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ ഇല്ല. അപ്പോൾ നേരെ സ്റ്റേഷനിൽ വന്ന് നമ്മുടെ SIയോട് ബാബിയുടെ വീട്ടിൽ നിന്ന് അവളുടെ ഒരു മാല കിട്ടിയിരുന്നു. എന്നാൽ കളക്ട് ചെയ്ത ഐറ്റത്തിൽ അങ്ങനെ ഒരു മാലയില്ല. അപ്പോഴാണ് സന്ധ്യ പറയുന്നത് ആ വീട്ടിൽ നിന്ന് ആ ഒരു കൊലയാളി വേറെ ഒരു ഓർണമെന്റ്സോ പണമോ ഒന്നും എടുത്തിട്ടില്ല, പിന്നെ ആ മാല മാത്രം എന്തിനായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക. അപ്പോഴാണ് അവൾ ചോദിക്കുന്നത്, അല്ല വീട്ടിലേക്ക് അവരെ ഫോഴ്സ് ചെയ്തിട്ടാണോ എൻട്രി ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഒരു ഫോഴ്സിന്റെ ഐഡന്റിഫിക്കേഷൻ അവിടെ കിട്ടിയില്ല. എന്നാൽ വീടിന്റെ മതിലൂടെ ചാടിയിട്ടാണോ കയറിയിട്ടുള്ളത്. കാരണം ആ ഒരു മതില് ആ ഒരു കൊലയാളിയുടേതാണെന്ന് സംശയിക്കുന്ന ഒരു ഫുട് പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ സന്ധ്യ ഓർക്കുന്നത് ഭാവിയുടെ മരണം വേലക്കാരി പറഞ്ഞുടൻ തന്നെ അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നപ്പോ അവിടുത്തെ വാച്ച്മാനില്ലേ അയാള് കാല് കഴുകുന്ന കണ്ടിരുന്നു. അയാളുടെ കാലിൽ ചെളി കഴുകളഞ്ഞാണെങ്കിൽ ആ മതിലെ ചെളി അയാളുടെ കാലിലേതായിക്കൂടെ. അങ്ങനെ അവര് ആ വാച്ച്മാനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അയാൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല എന്നാണ് അറിയുന്നത്. ആ ഒരു ക്രൈം സീൻ കണ്ടപ്പോൾ തന്നെ ഇത് നേരത്തെ പരിചയമുള്ള ആരോ പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു മർഡർ പോലെ തന്നെ സംശയം തോന്നിയിരുന്നില്ലേ. കുറെ നാളായിട്ട് ബാബിയെയും അവളുടെ എല്ലാ നീക്കങ്ങളും അവൻ വാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എത്ര വലിയ ക്രിമിനൽ ആണെങ്കിൽ പോലും അവൻ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു തെറ്റ് അവനിലേക്ക് ഞങ്ങൾ എത്തിക്കും. അങ്ങനെ പോലീസിന് നമ്മുടെ വാച്ച്മാനെ കുറിച്ച് അറിവ് കിട്ടാണ്. അതായത് അയാള് ആ ഒരു ചെയിന് ഒരു സ്ഥലത്ത് വിൽക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ അയാളെ ചുറ്റുവളയെ നോക്കുമ്പോൾ അയാളെ പിടികൊടുക്കോ അവിടെ നിന്ന് തടി തപ്പാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവസാനം അയാളെ ലോക്ക് ചെയ്ത് പിടിച്ച് വലിച്ചു കൊണ്ടുവരാണ്. അങ്ങനെ നമ്മുടെ സന്ധ്യ തന്റെ ബ്രോഡ്കാസ്റ്റിലെ അനിയത്തിയായിരുന്ന ബാബിയുടെ കൊലയാളി വാച്ച്മാൻ ഗോകുലാണെന്ന് പബ്ലിഷ് ചെയ്യാണ്. അങ്ങനെ ആ ഒരു വാർത്ത ന്യൂസും ഏറ്റെടുത്തിട്ടുണ്ട്. ഇത്രത്തോളം ബ്രൂട്ടലായിരുന്ന ആ ഒരു കേസ് പോലീസ് അല്ല തെളിയിച്ചത്, മറിച്ച് നമ്മുടെ TV ഷോയിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന ക്രൈം ന്യൂസ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള സന്ധ്യയാണ് ഈ ഒരു കേസ് തെളിയിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ അടുത്ത ദിവസം സന്ധ്യയും അമറും കൂടി ഒരു പാർക്കിലൂടെ നടന്നു വരുമ്പോൾ ആ വാച്ച്മാന്റെ ഭാര്യയായിട്ടുള്ള ജോലിക്കാരി 2 മക്കളെ കൂട്ടിട്ട് വന്നിട്ട് എന്റെ മക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയോ, സ്കൂളിൽ പോയി കഴിഞ്ഞാല് കൊലയാളിയുടെ മക്കളല്ലേ എന്ന് ഇവരെ കളിയാക്കിക്കൊണ്ടിരിക്കുക. സ്കൂളിന്റെ ചുമരിൽ പല സ്ഥലത്തും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനു പുറമെ എന്നെയും ജോലിയിൽ നിന്ന് അവിടെ പിരിച്ചുവിട്ടു. അല്ല മേഡം, നിങ്ങളല്ലേ എന്റെ ഭർത്താവാണ് കൊലയാളിയെന്ന് എല്ലാ ജനങ്ങളോടും പറഞ്ഞ് അങ്ങേര് ആ ഒരു നെക്ലസ് അത് കട്ടെടുത്തു എന്ന കാര്യം ശരി തന്നെയാ. എന്നാൽ ആ ഒരു കൊലപാതകം ചെയ്തത് അദ്ദേഹം അല്ല. അങ്ങേര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് ശിക്ഷ കിട്ടിയേ പോരെ. അല്ലാതെ അങ്ങേര് ചെയ്യാത്ത അറിയാത്ത തെറ്റിനെ അങ്ങേരും അതുപോലെ ഞങ്ങളും എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നത്? ആ ഒരു ചെയിന് കുറച്ച് നാൾ മുമ്പ് തന്നെ അങ്ങേരുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുടുംബത്തിന്റെ സാഹചര്യം കൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ആ 2 കുട്ടികള് അമ്മയും കൂട്ടിയിട്ട് മതി അമ്മയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. അത് കേട്ടപ്പോൾ സന്ധ്യയ്ക്ക് വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. ഇനിയിപ്പോ താൻ ചെയ്തത് തെറ്റായി പോയോ? അങ്ങനെ അന്ന് രാത്രി ഡെസ്പായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവൾക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് കോള് വരികയാണ്. അപ്പൊ അവള് നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഒരാളെ തിരിച്ചറിയണമെങ്കിലേ പേര് വേണമല്ലേ. നിന്റെ പേരെന്താ? സന്ധ്യ എന്നല്ലേ. ഇരുട്ടിലേക്ക് പോകുന്നതിന് മുൻപ് അവസാനം കാണുന്ന വെളിച്ചം അതും സന്ധ്യയല്ലേ. ഭാവിയുടെ മരണത്തെക്കുറിച്ച് നീ ബ്രോഡ്കാസ്റ്റില് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞത്. എന്നാല് ആ കാര്യം സത്യമല്ലല്ലോ. സത്യമായിരുന്നെങ്കിലേ ഇനിയും കുറച്ചുകൂടി നന്നായിരുന്നേനല്ലേ. നീ ഒരു ക്രൈം സ്റ്റോറി റിപ്പോർട്ടർ അല്ലേ. അപ്പോ സത്യം നീ കണ്ടുപിടിക്കേ. അതിന് നിനക്ക് ഞാനൊരു അവസരം തരട്ടെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കൊലയാളി അത് ഞാനാ. അപ്പൊ എന്റെ ഐഡന്റിറ്റി പേര് നീ പുറത്ത് കൊണ്ടുവന്ന് കാണിക്കേ. അങ്ങനെ ആ ഒരു ഫോണ് കട്ടയുടൻ തന്നെ അവള് നേരെ സ്റ്റേഷനിൽ നമ്മുടെ SI മീറ്റ് ചെയ്തിട്ട് കുറച്ചു മുൻപ് എനിക്കൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഫോൺ വന്നു. പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തു. അപ്പോൾ SI അത് കേൾക്കുമ്പോൾ അധികം വൈകാതെ തന്നെ മറ്റൊരു ജീവനെ കൂടി ഞാൻ ഇരുട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ഉടനെ തന്നെ ആ ഒരു നമ്പർ ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല മഴയത്ത് 2 അസിസ്റ്റൻസിനെ ആ ഒരു ഏരിയയിലേക്ക് അയക്കാണ്. അവര് ആ ഒരു ലൊക്കേഷനിൽ നിന്ന് ഫോൺ അടിച്ച് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അങ്ങനെ അവസാനം ആ ഒരു നമ്പർ ആരുടെ പേരിലാണ് നോക്കുമ്പോൾ അത് പ്രായമായ കണ്ണ് കാണാൻ പറ്റാത്ത ഒരു മുത്തശ്ശിയുടെ പേരിലാണ്. അപ്പോൾ നമ്മുടെ SI പറയുന്നുണ്ട്, സന്ധ്യ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു സാധാരണ കൊലയാളിയല്ല. ഒരിക്കലും അവരിലേക്ക് എത്താതിരിക്കാനേ എല്ലാ വഴിയും അടയ്ക്കുന്ന ഒരു ബ്രൂട്ടൽ കില്ലറയാണ്. അതുകൊണ്ട് നീയും ഒന്ന് സേഫ് ആയിരിക്കുക. നിന്റെ ലൈഫും റിസ്കിലാണ്. ഇനി എന്ത് തന്നെയായാലും വിടാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവളെ ആ ഒരു കൊലയാളിയെ കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങുമ്പോൾ അമ്മ അവളെ തടുക്കുകയാണ്. എന്നാലും അവളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് അറിഞ്ഞപ്പോൾ നിനക്ക് ഒരു പോലീസ് സെക്യൂരിറ്റി ചോദിച്ചൂടെ? അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ അമർ വന്നിട്ട് പറയുന്നത്, ആന്റി
ആൻറ്റി നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ അമർ സന്ധ്യ കൂട്ടി പോകുമ്പോഴാണ് അവൻ ചോദിക്കുന്നത്, അല്ല നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അത് രാവിലെ എനിക്ക് ഒരു കോള് വന്നിരുന്നു. അതില് ആ ഒരു പെൺകുട്ടിയുടെ പേര് വാണി എന്ന് പറഞ്ഞ അവൾക്കും ഇതുപോലെ തന്നെ ഒരിക്കല് അബ്യൂസ് നടന്നിട്ടുണ്ടായിരുന്നു പോലും. അപ്പോൾ അമർ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ വാണിയെ കാണാനാ പോന്നെ? അതെ, അവർക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്. അങ്ങനെ നേരെ വാണിയുടെ വീട്ടിലെത്തിയപ്പോ വാണിയുടെ മകൻ ബോസാണ് അമ്മയോട് സന്ധ്യ കാണാമെന്ന കാര്യം പറയുന്നത്. അങ്ങനെ അവിടുന്ന് കുറച്ച് മാറി നിന്നിട്ട് സന്ധ്യ നിങ്ങളോട് ഫോണിൽ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്ന് കരുതിയതാ. എന്നാൽ നേരിട്ട് പറയുമ്പോൾ കുറച്ചുകൂടി സമാധാനം കിട്ടും. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ? ഇല്ല. പിന്നെ ബോബിക്ക് സംഭവിച്ച പോലെ നിങ്ങൾക്ക് എന്താ നടന്നേ? ഞാൻ പ്രതീക്ഷിക്കാത്ത ആ ഒരു സംഭവം നടക്കുന്നെന്ന് വീട്ടിലെ പൂജാ റൂമിലെ കുറെ നേരം പൂജ കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തു വന്നേ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോ 2 വർഷമായിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് എന്റെ മോന് ബോസ് ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ അവനെ സമാധാനിപ്പിച്ചിട്ടും അവന്റെ കരച്ചിൽ മാറുന്നുണ്ടായിരുന്നില്ല. അതിനിടയിൽ ഞാൻ വീട്ടിലെ ജോലി ചെയ്തിട്ടിരുന്നപ്പോ പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ ഏതോ ഒരു അജ്ഞാതൻ എന്റെ വീട്ടിലെ എന്റെ റൂമിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ അവൻ ഫോഴ്സ്ഫുള്ളി എന്നെ അബ്യൂസ് ചെയ്തു. അപ്പോൾ അവന്റെ കയ്യിലും ഒരു മുല്ലപ്പൂ ഉണ്ടായിരുന്നു. അങ്ങനെ മെന്റലി വല്ലാതെ തകർന്നു പോയ ഞാൻ അന്ന് രാത്രി എന്റെ ഭർത്താവിനോട് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹം എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതിയെ. എന്നാൽ അയാൾ എന്നെയും എന്റെ മകനെയും അന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. അപ്പൊ അമർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ഒന്നും കൊടുത്തില്ലേ? എന്റെ സ്വന്തം ഭർത്താവ് തന്നെ എന്നെ മനസ്സിലാക്കിയില്ല, പിന്നെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്താ കാര്യം? എനിക്ക് സംഭവിച്ച ഇതേപോലെ തന്നെ ആ കാലഘട്ടത്തില് പല പെൺകുട്ടികൾക്കും ഇതുപോലത്തെ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഒരു പോലീസും ആരും അവനെ പിടിച്ചില്ല. അന്നും ഇന്നും ഞാൻ ജീവിക്കുന്നത് എന്റെ മകൻ ബോസില്ലേ അവന് വേണ്ടിയിട്ടാ. ഓൾറെഡി ആ ഒരു നാട്ടിലെ പല സ്ത്രീകളെയും അവൻ അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോ ആ ഒരു സമയത്തെ ആ കേസ് ഡീറ്റെയിൽസ് ഒക്കെ SIയോട് സന്ധ്യ ഒന്ന് എടുത്തു കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ SI ആണെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യാം, പക്ഷെ എന്റെ പേര് പുറത്തൊരിക്കലും വരാൻ പാടില്ല. അങ്ങനെ അവര് ശരിക്കും അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് പല സ്ത്രീകളും അവരുടെ അഭിമാനം ഭയന്നിട്ടാണ് ആ ഒരു കേസിന്റെ പിന്നാലെ പിന്നീട് വരാതിരുന്നത്. അങ്ങനെ ഓരോരുത്തരെ കണ്ടിട്ട് അവർക്ക് ഓരോരുത്തർക്കും സംഭവിച്ച കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ചില സ്ത്രീകൾ ഇപ്പോൾ ജീവനോടെ ഉണ്ട്, എന്നാൽ പലരെയും അവൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമറിനൊരു കോള് വരുന്നത്. തന്റെ അച്ഛന് തീരെ സുഖമില്ല. ആ ഒരു കാര്യം സന്ധ്യയോട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ദിവസം കൂടി ഈ നാട്ടിൽ ചില കാര്യങ്ങളുണ്ട്, അച്ഛന്റെ കാര്യം നിങ്ങൾ ഒറ്റക്ക് നോക്കുവോ? അപ്പൊ അമർ വാശി പിടിച്ച് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നറിയാം, ഒരു ദിവസമല്ലേ, പിന്നെ നീ ജാഗ്രതയോടെ ഇരിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, അതുപോലെ ഞാൻ വിളിച്ചാലേ എപ്പോഴാണെങ്കിലും ഫോൺ എടുക്കുക. അങ്ങനെ നിലവിലെ സന്ധ്യയുടെ ലിസ്റ്റിലെ കുറച്ചധികം സ്ത്രീകൾ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അവരെ ഓരോരുത്തരടുത്തും വീണ്ടും പോയി അന്വേഷിക്കുകയാണ്. കാരണം ഈ ഒരു കൊലയാളി എവിടെ നിന്നാണ്, ആരിൽ നിന്നാണ് ഈ കൊലപാതകം തുടങ്ങിയത്, അല്ലെങ്കിൽ അബ്യൂസ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാനാണ്. അങ്ങനെയാണ് അവസാനം ആദ്യമായിട്ട് അബ്യൂസ് ഉണ്ടായ സ്ത്രീ ആരാണ് അവരെ കണ്ടുപിടിക്കുന്നത്. അവരുടെ പേരാണ് ലളിത. അങ്ങനെ നേരെ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങൾ ആരാന്ന് അറിയില്ല, നിങ്ങളോട് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനുമില്ല, തൽക്കാലം ഒന്ന് സമാധാനം തരാൻ ഇവിടുന്ന് പോയി തരുമോ? സന്ധ്യ കരുതിയിരുന്നത് എന്തെങ്കിലും ഒരു ഹോപ്പ് കിട്ടുന്നതാണ്. അങ്ങനെ നിരാശയിലിരിക്കുമ്പോഴാണ് ലളിതയുടെ മാമനായ ചക്രവർത്തി കാണാൻ വരുന്നത്. അപ്പോൾ സന്ധ്യ നിലവിൽ ഇനിയൊരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ലളിതയെ അവരെ കാണാൻ പോയത്. അതുമാത്രമല്ല നിങ്ങളുടെ പേരിലാണ് അന്ന് കംപ്ലൈന്റ് കൊടുത്തിരുന്നല്ലേ? അതേ മോളെ, ഇത് കുറെ വർഷങ്ങൾക്ക് മുൻപ് നടന്നതല്ലേ? ആ സമയത്തൊക്കെ അവള് വല്ലാതെ മെന്റലി തകർന്ന അവസ്ഥയിലായിരുന്നു, അതുകൊണ്ടാണ് അവളൊന്നും പറയാതിരുന്നത്. അപ്പൊ സന്ധ്യ ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാന് അന്ന് എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, ദീപാവലി ദിവസമാണ് അവൾക്ക് ആ ഒരു അബ്യൂസ് സംഭവിച്ചത്. എന്നാൽ പിന്നീട് എന്താണ് കറക്റ്റ് പറയുന്നതെന്ന് വ്യക്തമാക്കുന്നില്ല. എന്നാൽ അവസാനം അങ്ങേര് പറയുന്നത് സാധാരണ ധൈര്യം കുറവുള്ള വീട്ടിലെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാല് അവര് അതൊക്കെ ഉള്ളിലൊതുക്കിയിട്ട് ജീവിക്കാറല്ലേ പതിവ്. അപ്പോഴാണ് ചെറുപ്പത്തിലെ സന്ധ്യക്ക് എന്താ സംഭവിച്ചെന്ന് അവൾ ഓർക്കുന്നത്. ആദ്യമായിട്ട് അച്ഛൻ അവളെ സിനിമക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങിപ്പോയ കൂട്ടത്തിലെ പല ആണുങ്ങളും അവളുടെ ശരീരത്തിൽ മോശമായിട്ട് കൈവച്ചിട്ടുണ്ടായിരുന്നു. അവസാനം അച്ഛനാണ് അവളെ പ്രൊട്ടക്ട് ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നാൽ സന്ധ്യയ്ക്ക് അത് മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് കേസ് കൊടുക്കണമെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ സംഭവിക്കുന്നത് സഹജമാണ്, ആരും അറിഞ്ഞില്ലെങ്കിൽ മാനം പോവില്ല, കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഉള്ള മാനം കൂടി നഷ്ടാവും. എന്നാലും സന്ധ്യ എത്ര പറഞ്ഞിട്ടും അമ്മ അതിന് വഴങ്ങിയില്ല. അന്നു മുതൽ അവൾക്കതൊരു ട്രോമ പോലെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന സ്വപ്നമായി കാണാൻ തുടങ്ങി. അതാണ് നമ്മൾ പലപ്പോഴായിട്ട് സന്ധ്യ ഞെട്ടി എഴുന്നേൽക്കുന്ന കണ്ടിരുന്നത്. അങ്ങനെ സന്ധ്യ ആ ഒരു കൊലയാളി അവനെ ചൊടിപ്പിച്ചുകൊണ്ട് ബ്രോഡ്കാസ്റ്റിലൂടെ എല്ലാ ആളോടും പറയുന്നുണ്ട്, ഇവന്റെ ഈ ഒരു പ്രവൃത്തി തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. ഗോദാവരി എന്ന ഗ്രാമത്തിലെ കുറേയധികം സ്ത്രീകളെ ഇവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൽ പലരും ഭയത്തോടു കൂടിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കേസിന്റെ പിന്നാലെ ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു ചക്രവർത്തി എന്ന ആളെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അങ്ങേര് ലളിതയ്ക്ക് എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ് പറയാണ്. അതായത് ലളിതയുടെ മുറച്ചെറുക്കനായിരുന്നു രാജേഷ്. കല്യാണം ഉറപ്പിച്ചുകൊണ്ട് തന്നെ ലളിതയെ കാണാന് വീട്ടിലേക്ക് വന്നിട്ട് അവളെ എത്ര വിളിച്ചിട്ടും അവളെ റെസ്പോണ്ട് ചെയ്തായപ്പോ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടു. അവളെ ആ ഒരു മൃഗം കൊലയാളിയിലെ ഉപദ്രവിക്കായിരുന്നു. തടുക്കാൻ നോക്കിയപ്പോ രാജേഷിനെ അവൻ ക്രൂരമായിട്ട് ഉപദ്രവിച്ച് കത്തിവെച്ച് താഴെയിട്ടിട്ട് ബോധം മങ്ങുന്ന അവന്റെ മുമ്പിൽ വെച്ച് തന്നെ ലളിതയെ അബ്യൂസ് ചെയ്യാണ്. ആ ഒരു ഇൻസിഡന്റ് സംഭവിച്ചതിന് ശേഷം ഇതുവരെ ലളിത ആ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങാൻ പോലും റെഡിയായിട്ടില്ല. ഉള്ളിൽ ആ ഒരു ഭയം. ഇതുപോലെ അവനിൽ നിന്ന് അപകടം നേരിട്ട പല സ്ത്രീകളും പറഞ്ഞത് അവൻ എപ്പോഴും ഇരുട്ടിലാണ് വരിക. അതുപോലെ ഓരോ സ്ത്രീകളുടെയും വീട്ടില് അവരൊറ്റക്കാണെന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സാഹചര്യങ്ങളൊക്കെ ഇവൻ എങ്ങനെയാണ് ഇത്ര കറക്റ്റായി കണക്ട് ചെയ്യുന്നത്? നിലവില് കുറ്റം ചെയ്യുന്ന ഓരോരുത്തരും ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതിയിട്ടാണ് അതിന്റെ പിന്നാലെ പോകുന്നത്. ഒരിക്കൽ പിടിക്കപ്പെട്ട
കൊല്ലപ്പെട്ടാൽ പിന്നീട് ഒരു ഭയം വരും. സ്ത്രീകളെ ഇരട്ടത്ത് ഭയപ്പെടുത്തുന്ന ആ ഒരു കൊലയാളി അവൻ എന്നെയും 2 പ്രാവശ്യം ഫോൺ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇടയിൽ തന്നെ അവൻ ജീവിക്കുന്നുണ്ട്. നമ്മളിൽ പലരെയും അവൻ നോട്ടമിടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടെ. അതുകൊണ്ട് ഹാഷ്ടാഗിലൂടെ ജിക്കെട്ലോ എന്ന് നിങ്ങൾ സ്പ്രെഡ് ചെയ്യും. തെലുങ്കില് ജിക്കെട്ലോ എന്ന് പറഞ്ഞാൽ ഇരുട്ടിലെ കൊലയാളി എന്നാണ് അർത്ഥം. അങ്ങനെ സന്ധ്യയുടെ ആ ഒരു പ്രോഡ്കാസ്റ്റും അതുപോലെ ഹാഷ്ടാഗും ട്രെൻഡിങ് ആവാണ്. അങ്ങനെ ഓരോ സ്ത്രീകളും അവര് നേരത്തെ തന്നെ പ്രിക്കോഷൻ എടുക്കുന്നുണ്ട്. അതുപോലെ അച്ഛനും അമ്മയും ഹസ്ബൻഡ്സും പലരും അവരെ ഒന്നുകൂടി കെയറിലെടുക്കുകയും ചെയ്യാണ്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ സൊസൈറ്റിയിൽ സ്പ്രെഡായി തുടങ്ങിയപ്പോൾ മീഡിയാസ് നേരെ നമ്മുടെ ഐജിയോട് സന്ധ്യയുടെ ആ ഒരു സ്റ്റോറി നിങ്ങൾ കേട്ടിരുന്നു. ആ ഒരു കൊലയാളി 20 വർഷമായിട്ട് കൊലപാതകം ചെയ്യുന്നില്ലേ, ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് എന്താ അവനൊന്നും പിടിക്കാൻ പറ്റാത്ത? പിന്നെ സന്ധ്യ ആ പ്രോഡ്കാസ്റ്റിലൂടെ എന്താ പറഞ്ഞ് 20 വർഷം മുമ്പ് നടന്ന അതേപോലത്തെ കൊലപാതകമാണ്, അതേ പാറ്റേണിലാണ് ഇപ്പോഴും കൊലപാതകം നടക്കുന്നതെന്നോ? മേ ബി ചെറിയ സിമിലാരിറ്റീസ് എവിടെയെങ്കിലും കണ്ടെന്ന് കരുതിയിട്ട് രണ്ടും ഒന്നാം തീരുമാനിക്കാൻ പറ്റുമോ? അതുമാത്രമല്ല സന്ധ്യ, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ നിന്റെ കൂട്ടുകാരി ബാബിയുടെ കൊലപാതകത്തിൽ ആദ്യം വേറൊരാളെ കണ്ടുപിടിച്ചിരുന്നേ, ഇപ്പൊ പിന്നെ പുതിയ ആളായോ? അല്ല, നീ കുറേയധികം എവിഡൻസ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാനായോ? നിങ്ങൾ ശരിക്കും എന്തിനാ ട്രൈ ചെയ്യുന്നത്? പോലീസിനെ ഹെൽപ്പ് ചെയ്യാനാണോ, അല്ലെങ്കിൽ പോലീസിനെയും ജനങ്ങളെയും ഭയപ്പെടുത്തി മിസ്ലീഡ് ചെയ്യാനോ? നിലവില് നിങ്ങൾ പറഞ്ഞ ആ ഒരു കഥയിലെ ഓരോ വിക്ടിംസ് എവിടെയുള്ളത് അതിനെക്കുറിച്ചൊക്കെ പറയാൻ പറ്റുമോ? നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ അത് തെളിയിച്ച് കാണിക്കുക. അപ്പോഴാണ് നമ്മുടെ SI സന്ധ്യ മീറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രോഡ്കാസ്റ്റിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുൻപ് ഒന്ന് എന്നെ ഇൻഫോം ചെയ്യണ്ടേ? പോലീസ് ഡിപ്പാർട്ട്മെന്റിന് എത്രത്തോളം സ്ട്രെസ് വരുന്നു നിങ്ങൾക്കറിയില്ലേ? എന്നാലും സന്ധ്യ, ആദ്യം നടന്ന കൊലപാതകത്തില് ആ ഒരു വാച്ച്മാനെ കൊലയാളിയാന്ന് കണ്ടെത്തിയപ്പോൾ യഥാർത്ഥ കൊലയാളിയ ആ സീരിയൽ കില്ലർ അവൻ ട്രിഗർ ആയിട്ടാണ് എന്നെ ഫോൺ വിളിച്ചത്. അതിനുശേഷം വീണ്ടും അവൻ തുടർ കൊലപാതകങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവനൊന്ന് ഭയപ്പെടുത്തിയിട്ട് അവനിലേക്ക് എത്താൻ ഒരാൾ ശ്രമിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവൻ ഈ ക്രൈം നിർത്തുന്ന ഞാൻ കരുതിയ. അതായത് ആ ഒരു കൊലയാളി എന്റെ പ്രോഡ്കാസ്റ്റ് കറക്റ്റ് കേൾക്കുന്നുണ്ട്. അപ്പോൾ SI പറയുന്നത്, അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് നോക്ക്. ആ ഒരു വിക്ടിംസിനെ അവർ മുഴുവനായിട്ട് ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്യാം, എന്നിട്ട് അവർക്ക് പറയാനുള്ളത് കൂടി ജനങ്ങളിലേക്ക് എത്തിക്കും. എന്നാൽ സന്ധ്യയ്ക്ക് എന്തോ അതത്ര ശരിയാണെന്ന് തോന്നില്ല. അങ്ങനെ കൂടുതൽ ജനങ്ങളിലേക്ക് ഈ ഒരു ന്യൂസ് എത്തണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പ്രോഡ്കാസ്റ്റിലൂടെ മാത്രമല്ല, കുറച്ച് വൈഡ് ആയിട്ടുള്ള ചാനലിലൂടെ വേണം എത്തിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ മുൻപ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ ഓണർ രവിയോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ അങ്ങേർക്ക് വേണ്ടതും പ്രശസ്തിയും പണവുമല്ലേ. അങ്ങനെ അയാളുടെ പവർ കൊണ്ട് ആ നാട്ടിലെ എല്ലാ മീഡിയ പ്രവർത്തകരെയും ഒരുമിച്ച് കൂട്ടാണ്. അങ്ങനെ ഓരോ വിക്ടിംസ് അവരെ കാണാൻ വരുന്ന അവരെ അറിയിച്ച് കാത്തിരുന്നിട്ടും ആരും വരുന്ന കാണുന്നില്ല. അപ്പോഴാണ് ചക്രവർത്തി വിളിച്ച് പറയുന്നത്, ലളിത അവൾക്ക് വരാൻ പറ്റില്ല എന്നാ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആളുകളെ ഓരോരുത്തരെ സന്ധ്യ വിളിച്ചു നോക്കുമ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ല. രവിക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം പിടിക്കുന്നുണ്ട്. നിന്റെ റെപ്യൂട്ടേഷൻ മാത്രമല്ല എന്റെ റെപ്യൂട്ടേഷൻ നഷ്ടാവില്ലേ? സന്ധ്യ, ബാക്കി മീഡിയ പ്രവർത്തകരോട് നമുക്ക് ഈ ഒരു പ്രസ് മീറ്റ് കോൾ ഓഫ് ചെയ്യേണ്ടി വരും, കാരണം അവർ വരും തോന്നില്ല. എന്നാൽ ചില മീഡിയ പ്രവർത്തകര് നിങ്ങളുടെ ഫെയിമിന് വേണ്ടിയിട്ട് ഞങ്ങളെ അപമാനിക്കേണ്ടിയിരുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ട് അവരോരോരുത്തരും പോകാൻ ഇറങ്ങിയപ്പോഴാണ് ആരോ സന്ധ്യ മേഡെന്ന് വിളിക്കുന്നത്. നോക്കുമ്പോൾ ഇതുവരെ സന്ധ്യ മീറ്റ് ചെയ്യാത്ത 2 പെൺകുട്ടികളാണ് വന്നിരിക്കുന്നത്. ഇതാരാന്ന് മനസ്സിലായോ? കഥയുടെ ആരംഭത്തിലെ ഡാൻസ് കളിക്കുന്ന ഒരു ലക്ഷ്മി എന്ന പെൺകുട്ടിക്ക് അഭ്യൂസം നേരിട്ട് അവളെയും ആ ഒരു കൊലയാളി കൊലപ്പെടുത്തിയിരുന്നില്ലേ, അവളും അവളുടെ കൂട്ടുകാരി റാണിയുമാണ്. ലക്ഷ്മി മരണപ്പെട്ടെന്നല്ല നമ്മൾ കരുതിയിരുന്നത്. അപ്പോഴാണ് ലക്ഷ്മി അവൾക്ക് സംഭവിച്ച കാര്യം പറയുന്നത്. ഞാൻ എന്റെ ഡാൻസ് ഷോ കഴിഞ്ഞിട്ട് MLA ആയ ബാബുവിന്റെ ടോർച്ചറിന് സഹിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഏതോ ഒരു മുഖംമൂടി എന്നെ ഉപദ്രവിച്ച് അബ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ അവൻ ഞാൻ മരിച്ചു എന്ന് കരുതി പോയതാന്ന് തോന്നുന്നുണ്ട്. അവസാനം കുറച്ച് ജീവൻ ബാക്കിയുള്ളപ്പോൾ എന്റെ കൂട്ടുകാരി റാണി ഇവളാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത്. എന്നാൽ അവർ പറയുന്നത് കേട്ടപ്പോൾ മീഡിയാസ് ചോദിക്കുന്നത്, അല്ല റാണി, ഓൾറെഡി നീ പറഞ്ഞ പേരില് ആരും വന്നിട്ടില്ല. ഇപ്പൊ വന്നിട്ടുള്ളത് പുതിയ 2 ആളുകൾ. ഇനി ആളെ കിട്ടാതായപ്പോ നീ തന്നെ ഇവരെ സെറ്റ് ചെയ്തതാണോ? ഇനിയിപ്പോ അങ്ങനെയല്ലെങ്കിൽ ഇതുവരെ അവരെന്താ ഒരു പോലീസ് കംപ്ലൈന്റ് ഒന്നും കൊടുക്കാതെ? അപ്പൊ റാണി പറയുന്നുണ്ട്, സാറേ ഇവൾക്ക് ഇങ്ങനെ അപകടം സംഭവിച്ചാല് ഞാൻ കംപ്ലൈന്റ് കൊടുക്കാതിരിക്കേണ്ടതിനാ? ഞാൻ അന്നത്തെ ഇൻസ്പെക്ടർ സാറിന് കംപ്ലൈന്റ് കൊടുക്കാൻ പോയതാ. എന്നാല് അങ്ങേര് കുറച്ച് പൈസ എന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ശല്യപ്പെടുത്താതെ ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. ഞങ്ങള് പണത്തിന് വേണ്ടിയിട്ട് തെരുവില് ഡാൻസ് കളിക്കുന്ന ആൾക്കാർ തന്നെയാ. എന്നാൽ ശരിക്കും അധ്വാനിച്ചിട്ടാ ജീവിക്കുന്നത്, അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിലോ ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നീട് ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ച ശേഷം ആ നാട്ടിലെ ജനങ്ങളെല്ലാം കൂടി ഞങ്ങൾ ഏതെങ്കിലും ചെയ്യുമെന്ന് ഭയന്നിട്ട് ആ നാട് തന്നെ വിട്ട് ഞങ്ങൾ പോയതാ. അപ്പോൾ മീഡിയ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, അന്ന് നിങ്ങളെടുത്ത് നിന്ന് കംപ്ലൈന്റ് വാങ്ങില്ല എന്ന് പറഞ്ഞ പൈസ വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞില്ലേ, ആ പോലീസുകാരനാരാ? അപ്പോൾ ഹീറോയിൻ സന്ധ്യ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കറന്റ് IG ആയ രാജമണിയാണ്. എന്നാൽ അപ്പോഴാണ് നമ്മുടെ സന്ധ്യയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അത് കണ്ട് അവളെ ഭയക്കുമ്പോൾ തന്നെ പോലീസിന് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. അതായത് ഏതോ ഒരു സ്ഥലത്ത് 2 ലവേഴ്സിനെ ആ ഒരു സീരിയൽ കില്ലർ കൊലപ്പെടുത്തി ബോഡി നിക്ഷേപിച്ചിട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഓൾറെഡി ആ പെൺകുട്ടിയുടെ കേസ് നിരസിച്ച DIG രാജില്ലേ, അങ്ങരുടെ മേലെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ആവാണ്. താൽക്കാലികമായിട്ട് അയാളെ സസ്പെൻഡും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിലവിലെ ലീഡിംഗ് ഓഫീസർ സസ്പെൻഡ് ആയതുകൊണ്ട് തന്നെ പുതുതായിട്ട് ആനന്ദിക എന്ന ഓഫീസറെയാണ് ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവന്തിക ആ ഒരു ക്രൈം സെല്ലെത്തിയിട്ട് മാക്സിമം എവിഡൻസ് എന്താ കളക്ട് ചെയ്യാൻ പറ്റുമോ ആ എവിഡൻസ് ഒക്കെ തന്റെ ടീമുമായിട്ട് വന്നിട്ട് കളക്ട് ചെയ്തെടുക്കുകയാണ്. എന്നാൽ അവർക്ക് പ്രത്യേകിച്ച് കേസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടിയില്ല. അപ്പോഴാണ് ഓൾറെഡി ബ്രോഡ്കാസ്റ്റിലൂടെ നമ്മുടെ ഹീറോയിൻ സന്ധ്യ കുറേയധികം എവിഡൻസുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നില്ലേ. അപ്പോൾ ആ ഒരു കാഴ്ച
പോലീസും കണ്ടിട്ടുണ്ട്. അങ്ങനെ ആനന്ദും ടീമും കൂടി നമ്മുടെ സന്ധ്യയുടെ ബ്രോഡ്കാസ്റ്റ് ഓഫീസിൽ നിന്ന് എവിഡൻസുകളൊക്കെ അവരുടെ കയ്യിലാക്കിയിട്ട് പോവാണ്. അപ്പോൾ അതറിഞ്ഞ സന്ധ്യയിലെ ദേശത്തിലെ എസ് ഐയോട് ചോദിക്കുന്നുണ്ട്, എന്നോട് ചോദിക്കാതെ എന്റെ മെറ്റീരിയൽസ് നിങ്ങൾ എങ്ങനെ എടുത്തിട്ട് വരിക? അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, നീ ഇനി ഫേക്ക് ആയിട്ട് എവിഡൻസുകൾ സെറ്റ് ചെയ്തതാണെന്നുള്ള സംശയത്തില്ല. അപ്പോൾ ഓരോ ഫയൽസിന്റെ ഡീറ്റെയിൽസ് അവൾ കാണാതെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓരോ മർഡറും അവൻ ചെയ്ത ശേഷം എല്ലാ സ്ഥലത്തും അവൻ മുല്ലപ്പ് വെച്ചിട്ട് പോകുന്നുണ്ട്. ഓരോ പാറ്റേണിലാണ് അവൻ ഓരോ മർഡർ നടത്തുന്നത്. സന്ധ്യയുടെ ഡീറ്റെയിലിംഗ് കേട്ടപ്പോൾ ആനന്ദിക്ക് മനസ്സിലായിട്ടുണ്ട്, ശരിക്കും ഇവള് ഇറങ്ങി ഹോംവർക്ക് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിച്ചത് തന്നെയാണ്, അല്ലാതെ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല. ഇനിയും എന്റെ ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ സഹായിക്കാൻ റെഡിയാണ്. അപ്പോൾ ആനന്ദി അൺഒഫീഷ്യലായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എസ് ഐയും പറഞ്ഞിട്ട്, മാഡം എന്ത് വന്നാലും റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് DGP വരുന്നത്. അപ്പോൾ ആനന്ദി DGPയോട് ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി ഇറാനി കേസിലെ നിങ്ങളുടെ കൺക്ലൂഷൻ എന്താണ്? എന്തുകൊണ്ട് ആ കേസ് നിങ്ങൾ എടുക്കാതിരുന്നേ? ആ ഒരു സമയത്ത് എലക്ഷൻ നടക്കായിരുന്നു. അന്ന് ലക്ഷ്മിക്ക് അവൾക്ക് സംഭവിച്ചത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. എന്നാൽ ആ കേസിനെ കുറിച്ച് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിലുള്ള ആളുകൾക്ക് അത് പ്രശ്നമെന്ന് അവർ ഭയന്നിട്ട് എന്നെ സ്റ്റോപ്പ് ചെയ്തതാ. എനിക്ക് ശരിക്കും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തതിൽ ഇന്നും നല്ല സങ്കടമുണ്ട്. അങ്ങനെ നമ്മുടെ IG-യിലെ അവിടുന്ന് പോകാൻ ഇറങ്ങുമ്പോൾ സെന്തോട് ചോദിക്കുന്നുണ്ട്, ആഹാ നീ ഇവിടെ തന്നെ ഉണ്ടല്ലേ? എന്റെ ജോലി പോവാനും എല്ലാ പ്രശ്നത്തിന്റെ പിന്നില് നീയാണല്ലേ? നിന്റെ കല്യാണം നടക്കാൻ പോവാണല്ലോ. അമരന്റെ അച്ഛനാരാന്നറിയോ? എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അപ്പോ ശരിയെന്ന്. അങ്ങനെ അയാൾ അവിടുന്ന് പോകുമ്പോൾ സന്ധ്യ വല്ലാതെ ഭയന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാളിനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? അതേ സമയത്ത് നമ്മുടെ സന്ധ്യയും പോലീസ് ടീമൊക്കെ എത്ര അന്വേഷിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു ചെറിയ ക്ലൂ പോലും കിട്ടുന്നില്ല. അതായത് ഫിംഗർ പ്രിന്റോ ഫുഡ് മാർക്കോ DNA വരാനുള്ള ഒരു സാധ്യതയും അവൻ നൽകുന്നില്ല. അതുമാത്രമല്ല, അവൻ അബ്യൂസ് ചെയ്യുന്ന സമയത്ത് കോണ്ടംസ് വരെ അവൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെമൻ സാമ്പിളോ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ സന്ധ്യ ആണെങ്കിൽ ഇത്രയും വർഷം ഒരു ക്ലൂ പോലും വിടാതെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കോണ്ടമൊക്കെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ 30 വർഷം മുമ്പേ അവന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ഇതിന്റെ പിന്നിൽ. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ആളുകൾ ജോലി ചെയ്യുന്ന പ്രൊഫഷൻ ഒന്നുകിൽ പ്രൈവറ്റ് ബ്രോക്കേഴ്സ്, പ്രൈവറ്റ് കോൺട്രാക്ടേഴ്സ്, ഗവൺമെന്റ് എംപ്ലോയീസ്. അപ്പോൾ ആ ഏരിയയിലുള്ള ഇതുപോലത്തെ സ്ഥാനത്തുണ്ടായിരുന്ന ആളുകളുടെ ലിസ്റ്റും എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫോൺ നമ്പറും ലൊക്കേഷനും ട്രേസ് ചെയ്ത് കോലാളിയിലേക്ക് എത്താൻ പറ്റില്ലേ? എന്നാൽ ആനന്ദിയാണെങ്കിൽ അതിന്റെ പിന്നാലെ പോയാൽ ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോഴാണ് SIക്ക് അവസാനമായിട്ട് മരണം നടന്ന ആ ഒരു ലവേഴ്സില്ലേ, അവരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഡോക്ടർ ഒരു കൺക്ലൂഷൻ പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മരണം നടക്കുന്നത് ഏകദേശം ഒരു രാത്രി 8-8:30 സമയത്താണ്. അതുപോലെ നിങ്ങൾ വിളിപ്പിക്കാൻ കാരണം നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്ന ഒരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു അൺനോൺ പേഴ്സന്റെ മുടിയാണ്. ഓൾറെഡി ആ ഒരു ലവറായിട്ടുള്ള പയ്യൻ്റെതാണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ അതല്ല, മൂന്നാമതൊരാളതാണ്. മിക്കവാറും ആ ഒരു കൊലയാളിയുടേത് തന്നെയായിരിക്കും. അപ്പോൾ ആനന്ദിക്കും SIക്കും ഒരു ഹോപ്പ് കിട്ടുന്നുണ്ട്. ഇതുവരെ ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഒരു ചെറിയ ക്ലൂ എങ്കിലും കിട്ടിയല്ലോ. അതേ സമയത്ത് SIയോട് നമ്മുടെ സന്ധ്യ ചോദിക്കുന്നുണ്ട്, 30 വർഷം മുമ്പ് ആ നാട്ടില് ഈ റേപ്പൊക്കെ നടക്കുന്ന സമയത്ത് അവിടുത്തെ MLAയുടെ മകൻ ഇതുപോലൊരു കേസിൽ പെട്ടിരുന്നു. ഇപ്പൊ നമുക്ക് കിട്ടിയ മുടിയിലുള്ള ആ ഒരു DNAയും ആ ഒരു പയ്യന്റെ DNA തമ്മിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? എന്നാൽ SI ആണെങ്കിൽ ആ ഒരു പഴയ MLA ഇപ്പൊ ആരാന്നറിയോ? മന്ത്രിയായിട്ടുണ്ട്. അത് മാത്രമല്ല ആ ഒരു പയ്യനും ഹയർ പൊസിഷനില്ല. അതെന്തായാലും നടക്കില്ല. അപ്പൊ സന്ധ്യ ആണെങ്കിൽ എന്നാ പിന്നെ നിങ്ങൾ തന്നെ കേസ് തെളിയിച്ചോ? അങ്ങനെ അവൾ പോകാൻ ഇറങ്ങിയപ്പോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആ ഒരു മന്ത്രിയുടെ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ അവിടെയാണെങ്കിൽ ഓരോ നുടിയും അത്രത്തോളം ഡീപ്പായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് സെക്യൂരിറ്റി ഉള്ളിൽ കടത്തിവിടുന്നത്. അങ്ങനെ ആ ഒരു പയ്യനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മേലെ ഒരു റേപ്പ് കേസ് ഉണ്ടല്ലോ? ആഹാ, ആ ഒരു കേസ് 1999 നടന്നതാ. പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് എന്നെ പുറത്തു വിട്ടില്ലേ? അതിൽ ഒരു തെളിവും ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ പോയിക്കോ. എന്നാലും സന്ധ്യ ആണെങ്കിൽ നിങ്ങൾ സത്യം പറയുന്ന കരുതിയിട്ടൊന്നുമല്ല, ഒന്ന് ട്രൈ ചെയ്തതാ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് പ്രസ് മീറ്റ് വിളിച്ചിട്ട് അവിടെ സാറ് പറഞ്ഞാൽ മതി. ആഹാ, പണ്ടാരടങ്ങാൻ വിടൂല അല്ലേ? അങ്ങനെ അയാള് തന്റെ ഭാര്യയെ രത്നത്തെ വിളിക്കുകയാണ്. ഇവളാരാന്ന് മനസ്സിലായോ? അന്ന് എന്റെ മേലെ കേസ് കൊടുത്തില്ലേ? ഇവളെ ഒന്ന് തൊട്ടതിന്. ഇവളെന്റെ ഭാര്യയുടെ അനിയത്തിയായിരുന്നു. പിന്നെ വേറെ നിവൃത്തിയില്ലാതെ ഇവളെ തന്നെ ഞാൻ കെട്ടി. അങ്ങനെയാ ആ കേസിന്ന് ഞാൻ രക്ഷപ്പെട്ടെ. പിന്നെ മോളെ, നിന്നോടും ഈ പോലീസുകാരോടും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാണ്, ഇതുവരെയായിട്ടും ഒരു പെൺകുട്ടിയുടെ മേലെയും ഞാൻ ഫോഴ്സ്ഫുള്ളി തൊട്ടിട്ടില്ല. എന്റെ ഭാര്യയോട് വേണമെങ്കിൽ പോലും ഒന്ന് ചോദിച്ചോ. അങ്ങനെ നമ്മുടെ സന്ധ്യയും SI അവിടെ തിരിക്കുമ്പോൾ ആ ഒരു സ്ത്രീയുടെ അവസ്ഥ എന്തൊരു ദയനീയാലേ. അബ്യൂസ് ചെയ്യപ്പെട്ട ആ ഒരു വൃത്തികെട്ടന്റെ കൂടെ തന്നെ ജീവിക്കേണ്ട അവസ്ഥ. എന്തായാലും DNA ചെക്ക് ചെയ്യാൻ ഈ ഒരു സാമ്പിൾ എടുത്തോ. അപ്പോഴാണ് SI ചോദിക്കുന്നത്, ഇതെന്താ? അത് ആ MPയുടെ മകനില്ലേ, അവന്റെ യൂറിൻ സാമ്പിൾ തന്നെ. ഞാനൊരു അൺഒഫീഷ്യൽ അല്ലേ, അതുകൊണ്ട് രഹസ്യമായിട്ട് ആ വീട്ടിൽ നിന്ന് ഒന്ന് ബാത്റൂം പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കളക്ട് ചെയ്തതാ. അയാളുടെ മേലുള്ള സംശയം മാറിയിട്ടില്ല, ഒന്ന് ഉറപ്പിച്ചാളെ. അങ്ങനെ ഓഫീസിലെത്തിയപ്പോൾ SI ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങനെയാ ഈ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷനിലെത്തിയ? ഞാൻ ക്രിമിനോളജിയാ പഠിച്ചേ, എന്നാൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നിന്റെ അറിവ് വെച്ച് നീ എന്താ കംപ്ലീറ്റ് ചെയ്യാതെ? അത് എന്റെ പ്രൊഫസറും ഞാനും തമ്മിൽ ഒരു തീസീസിലെ ഒരു ചെറിയ പ്രശ്നം. അത് കേട്ട SI ചിരിച്ചുകൊണ്ട്, തീസീസ് ഉറപ്പായിട്ടും വർക്കാവില്ലെന്ന് എനിക്കറിയാം, കാരണം നീയല്ലേ ചെയ്യുന്നേ. ഇതിലിപ്പോൾ എന്താ ചിരിക്കാനൊക്കെ ചോദിച്ചിട്ട് രണ്ടുപേരും ഹാപ്പി ആയിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മുടെ ലവർ അമർ അങ്ങോട്ട് വരുന്നത്. ആഹാ, എന്റെ പെണ്ണിനെ ഇവനെ അടിച്ചിട്ട് പോവോ? ചെറുതായിട്ട് മൂഡ് ഓഫ് ആയിട്ട് തിരിച്ചു പോകുമ്പോ, ഞാൻ കുറെ നിന്നെ വിളിച്ചല്ലോ, നീ എന്താ ഫോൺ എടുക്കാത്തെ? അപ്പൊ സന്ധ്യ, എന്റെ ഫോൺ ഓഫായി പോയി. എന്ന് SI രാജീവിന്റെ ഫോണിൽ വിളിക്കായിരുന്നില്ലേ? ഇപ്പൊ അർജന്റായിട്ടൊന്നും പറയണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ ഒരു കേസിന്റെ പിന്നിലല്ലേ? അതല്ല, നിന്റെ പ്രയോറിറ്റി ഇപ്പൊ മാറുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കിയാവാണ്. അപ്പോഴാണ് ഏതൊരു വണ്ടിക്ക് ഇടിക്കാൻ പോകുന്നത്. അപ്പൊ അമറാണെങ്കിൽ ഓപ്പോസിറ്റ് ഒന്നും നേരെ കരിച്ചു കയറുമ്പോ, റെഡ് സിഗ്നലില് നീയല്ലേ നിർത്താത്തെ?
അതെ അത് സംഭവിച്ചു. ഇനിയിപ്പോ എനിക്കൊന്ന് ഒച്ച ഉണ്ടാക്കാൻ പോലും പറ്റില്ലേ. നീ ആരോട് വേണമെങ്കിലും പ്രശ്നം ഉണ്ടായിക്കോ. എന്നാൽ അതും കേട്ടുകൊണ്ട് ഞാൻ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. അതേ സമയത്ത് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. അതായത് ആ ഒരു മന്ത്രിയുടെ മകനില്ലേ, അയാളുടെ DNA ടെസ്റ്റ് ചെയ്ത കാര്യം ലാബിൽ നിന്ന് ലീക്കായിട്ട് അയാൾ അറിഞ്ഞപ്പോൾ കുറച്ച് മീഡിയാസിന് പൈസ കൊടുത്തിട്ട് നമ്മുടെ SIയും അതുപോലെ SP ആനന്ദിയും ഒന്ന് ചൊറിയാൻ വിട്ടിട്ടുണ്ട്. നിങ്ങൾ കേസ് ഡൈവേർട്ട് ചെയ്യാനൊന്നുണ്ടല്ലോ ആ ഒരു മന്ത്രിയുടെ മകന്റെ പിന്നാലെ പോകുന്നത്. എന്നാൽ ആനന്ദ് പറയുന്നുണ്ട് കേസ് എങ്ങനെ അന്വേഷിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാലോ. പിന്നെ ഞങ്ങളെ പിടിക്കാൻ ശ്രമിക്കുന്നത് ഒരു സീരിയൽ കില്ലർ മാത്രമല്ല, ഒരു പേടി തൊണ്ടനെ കൂടിയാ. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും വലുതാവുന്നില്ല, ഒളിച്ച് മാളത്തിലിരിക്കല്ലേ. നിങ്ങളോടൊരു കാര്യം പറയാം, അധികം വൈകാതെ അവനെ ഞങ്ങൾ പിടിച്ചിരിക്കും. എന്നാൽ ജനങ്ങളാണെങ്കിൽ ഇതുവരെ പോലീസ് കിഴിച്ചത് നമ്മൾ കണ്ടതാ. അങ്ങനെ കടിച്ചു കയറുമ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട് ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ അയാളെ പിന്നാലെ പോയെ. അപ്പോൾ സന്ധ്യ ആണെങ്കിൽ മാഡം ഞാൻ നിർബന്ധിച്ചിട്ടാ. അപ്പോഴാണ് ആ DNA റിപ്പോർട്ട് വരുന്നത്. അത് ചെക്ക് ചെയ്തപ്പോൾ അത് അയാളതുമായിട്ട് മാച്ച് ആവുന്നില്ല. അപ്പോൾ കലിപ്പായിട്ട് ആനന്ദ് പറയുന്നുണ്ട് ഇനി മുതൽ എന്നോട് ഇൻഫോം ചെയ്യാതെ സന്ധ്യയും രാജീവും ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഇത് അവസാനത്തെ വാണിംഗാണ്. എന്നിട്ട് നമ്മുടെ SIയോട് ആ ഒരു കൊലയാളി ഒരു മുത്തശ്ശിയുടെ ഫോൺ എടുത്തിട്ട് ഒരിക്കൽ സന്ധ്യയെ ഭീഷണിപ്പെടുത്തിയിരുന്നില്ലേ, അവർക്ക് ശരിക്കും കണ്ണ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ തിമിരാന്ന് അറിഞ്ഞ് അയാളുടെ മുഖം കണ്ടിട്ടില്ലെങ്കിലും ഏകദേശം ഒരു ഹൈറ്റ് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും, അതൊന്ന് ട്രൈ ചെയ്യും. അപ്പോഴാണ് അമറും നമ്മുടെ സന്ധ്യയായിട്ട് ചെറുതായിട്ടൊരു സൗന്ദര്യപ്പണക്കമില്ലേ. അപ്പോൾ അമറിന്റെ അച്ഛനും അമ്മയും സന്ധ്യയുടെ മൈൻഡ് അറിയാനും ഒന്ന് കാമാക്കാനായിട്ട് അവളുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അമറിന്റെ അമ്മ പറയുന്നുണ്ട് എപ്പോഴും ഒരു ബന്ധത്തിൽ ചെറിയ ആർഗ്യുമെന്റ്സ് ഒക്കെ ആ ബന്ധത്തിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുക ചെയ്യുള്ളൂ. അപ്പോൾ അച്ഛനാണെങ്കിൽ നിന്റെ സഹോദരി പോലെ കണ്ട ബാബി അവളുടെ മരണം നിന്നെ വല്ലാതെ ഒലച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ കേസിന്റെ അവസാനം വരെ നീ ശരിക്കും പരിശ്രമിക്കേ, പോരാട്. അപ്പോൾ നാളെ നമുക്കൊരു സാരി എടുക്കാൻ പുറത്തു പോകണം. അപ്പോൾ അമറിനെ കൂട്ടിട്ട് നീ വരണമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് ഓഫീസിൽ നമ്മുടെ ആനന്ദിയിലെ അവൾക്ക് ആ ഒരു കൊലയുടെ ഫോൺ വരുന്നത്. അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ വേണ്ടേ, നീ ആരാ? അത് ഞാൻ പറയാം. അവസാനമായിട്ട് മരണപ്പെട്ട പെൺകുട്ടി ഇങ്ങനെയാ മരിച്ചെന്ന് കണ്ടുപിടിച്ചോ. നീ എന്തായാലും നല്ലോണം കഷ്ടപ്പെടുന്നതല്ലേ, നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ പുറത്ത് ഒരു ചുവന്ന ബോക്സ് ഞാൻ അയച്ചിട്ടുണ്ട്, പോയി കണ്ടുപിടിക്കേ. എന്നാൽ പല സ്ഥലത്ത് തേടിയും കണ്ടില്ല. അവസാനമാണ് അവിടെ അരികിലായിട്ടൊരു ബസ് നിർത്തിയിട്ടുണ്ട്. അതിൽ ഒരു സീറ്റിന്റെ മേലെ ഒരു ബോക്സ് നമ്മുടെ അസിസ്റ്റന്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് ഡാൻസിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയുടെ എന്തോ ഒരു വസ്തു പോലെ, അതായത് അവസാനം മരണപ്പെട്ട ആ പെൺകുട്ടിയുടേതായിരിക്കാം. എന്നിട്ട് ആനന്ദിയോട് പറയുന്നുണ്ട് നിന്നെ ഭയന്നിട്ട് ഞാൻ എങ്ങോട്ടും ഒളിച്ചോടിയതല്ല. നിന്റെ സംസാരത്തിൽ നല്ല ഭയം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഇടയിൽ ഞാനുണ്ട്. അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? എല്ലാം നിനക്ക് ഞാനങ്ങ് പറഞ്ഞു തന്നാലേ പിന്നെ നിനക്കെന്താ ജോലി? ഹീറോയെ പോലെ കുറച്ചു നേരത്തെ വലിയ വാഗ്വാദം വിട്ടതല്ലേ. ഇതിനു മുൻപ് മരണപ്പെട്ട എല്ലാ ആളുകളും എന്നെ ചൊടിപ്പിച്ചതുകൊണ്ടാണ് അവരെയൊക്കെ ഞാൻ ഇല്ലാതാക്കിയത്. പിന്നെ സന്ധ്യയോട് പറഞ്ഞിട്ടാണ് അതിനുശേഷമുള്ള ബാക്കി മർഡേഴ്സ് ഞാൻ ചെയ്തേ. എന്നാൽ പോലീസ് നിങ്ങൾ സീരിയസ് ആയിട്ടെടുത്തില്ല. അപ്പോൾ അതിനുശേഷം നടന്ന മരണങ്ങൾക്കൊക്കെ കാരണം നിങ്ങളുടെ അശ്രദ്ധ. അപ്പോൾ ഏറ്റവും വേഗത്തിൽ എന്നെ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങ് പിടിച്ചോ, ഇല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ഇരുട്ടില് മറ്റൊരു കൊല കൂടി നടന്നിരിക്കും. അടുത്ത ദിവസത്തിൽ സാരി എടുക്കാൻ വന്നിട്ട് സന്ധ്യയും നമ്മുടെ അമറും അവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കിയിട്ട് വീണ്ടും ഒന്നാവാണ്. അതേസമയത്ത് നമ്മുടെ SIയും ആനന്ദിയും അവസാനമായിട്ട് ആ കൊലയാളി ആ കപ്പിൾസിനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്താന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഒരു വീഡിയോ കിട്ടുന്നത്. അതായത് അവസാനം മരണപ്പെട്ട ആസ്മി എന്ന പെൺകുട്ടി ആ ഒരു കില്ലറെ സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സന്ധ്യയിലെ അവള് സ്പ്രെഡ് ചെയ്ത ഹാഷ്ടാഗ് ഒന്നുകൂടി സ്പ്രെഡ് ചെയ്യാനാണ് അവൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഹാഷ്ടാഗിലൂടെയും ചെറിയൊരു ഷോർട്ട് വീഡിയോയിലൂടെയും അവനെ ഒന്ന് ചൊറിഞ്ഞപ്പോൾ തന്നെ അവൻ അവളെ കൊന്നിട്ടുണ്ടെങ്കിൽ അവനെക്കുറിച്ച് ബ്രോഡ്കാസ്റ്റ് നടത്തുന്ന സന്ധ്യയുടെ അവസ്ഥ എന്തായിരിക്കും? അവന്റെ അടുത്ത ലക്ഷ്യം ഉറപ്പായിട്ടും അവളായിരിക്കും. അതേസമയത്ത് നമ്മുടെ SIയിലെ സാരി എടുക്കാൻ വന്ന സന്ധ്യ വിളിച്ചിട്ട് കുറച്ചു മുമ്പ് ആ ഒരു കില്ലറ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടേ, അവന്റെ അടുത്ത ടാർഗറ്റ് നീയാണ് സന്ധ്യ. ഉടനെ തന്നെ അവിടുന്ന് നീ സേഫായിട്ട് നിന്റെ വീട്ടിലേക്ക് പോ, നിങ്ങൾക്ക് വേണ്ടി സെക്യൂരിറ്റിയെ ഓൾറെഡി അയച്ചിട്ടുണ്ട്. അങ്ങനെ വേഗം സന്ധ്യ തന്റെ ഫാമിലിയും കൂട്ടിട്ട് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ അങ്ങോട്ട് നമ്മുടെ IG അയാൾ വരികയാണ്. അപ്പോൾ അമറിന്റെ അച്ഛൻ അല്ല നീ എന്താ ഇവിടെ? ഞാൻ എന്റെ ചെറുമകൾക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ വന്നതാ. അയാളെ കണ്ടപ്പോൾ സന്ധ്യക്ക് ഇനിയിപ്പോ ആ ഒരു കില്ലറ് ഇയാളാണെങ്കിലോ? അങ്ങനെ പേടിച്ച് തന്റെ 2 ഫാമിലിയും കൂട്ടിട്ട് വേഗം തന്നെ അവിടുന്ന് പോവാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ മുമ്പിലെ അമറിനെ ആ ഒരു കില്ലറ് ലോക്ക് ചെയ്ത് കത്തിവെച്ച് അവനെ ഇല്ലാതെയാക്കാണ്. പെട്ടെന്ന് ഭയന്ന് അവൾ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ അത് അവൾ കണ്ടൊരു സ്വപ്നം മാത്രമായിരുന്നു. എന്നാൽ അവൾ ആരെയും ഭയക്കാതെ അവള് ബ്രോഡ്കാസ്റ്റ് ഏറെയാണ്. നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലർ കഴിഞ്ഞ 30 വർഷമായിട്ട് തുടർച്ചയായിട്ട് അവന്റെ ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്നാൽ ഹിസ്റ്ററി നോക്കുമ്പോൾ അമേരിക്കയിലേക്ക് പല സീരിയൽ കില്ലേഴ്സും കുറച്ചു നാള് ക്രൈം ചെയ്ത ശേഷം പിന്നീട് അവര് മായായിട്ട് മറിഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇടക്ക് തുടങ്ങും. ഈ ഒരു കില്ലറുടെ പാറ്റേണും ഏകദേശം സെയിം തന്നെയാണ്. അങ്ങനെ തന്റെ ബ്രോഡ്കാസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റിലാക്സ് ചെയ്യാൻ അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏതോ ഒരുത്തനില്ലേ പെട്രോൾ പമ്പ് എടുത്തിട്ട് അവളുടെ കാറിലേക്ക് എറിയാണ്. അപ്പോൾ ആ ഒരു ഹൂഡിയെ കുറച്ച് ദൂരെ അവൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവനോടൊന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവന്റെ പിന്നാലെ പോയിട്ട് ഒരു ഭാഗത്ത് വെച്ച് അവനെ നമ്മുടെ സന്ധ്യ ലോക്കിയാണ്. അങ്ങനെ അവന്റെ മുഖംമൂടി അഴിച്ചു നോക്കുമ്പോഴാണ് അവൻ ആരാണെന്ന് മനസ്സിലാവുന്നത്. അവൻ വേറെ ആരുമല്ല, ഒരിക്കൽ അബ്യൂസ് നേരിട്ട
വാണിയുടെ ചെറിയ മകനായിരുന്ന ബോസില്ലേ അവനാണ്. അങ്ങനെ അവനെ പോലീസ് ടീം ലോക്ക് ചെയ്തിട്ട് നീയാണോടാ വീണ്ടും ഈ കൊലപാതകം സ്റ്റാർട്ട് ചെയ്തേ? എന്നാല് അവൻ പറയുന്നുണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല, എന്നാലും നിന്നോട് എനിക്ക് നല്ല ദേഷ്യമുണ്ട് സന്ധ്യ, അതുകൊണ്ട് തന്നെയാ നിന്റെ നേരേക്ക് ഞാൻ ആ പെട്രോൾ പമ്പ് എറിഞ്ഞ്. കാരണം എന്റെ അമ്മയ്ക്ക് ജീവിതത്തിൽ ഒരു അപകടം സംഭവിച്ചു, എന്നാൽ അതൊക്കെ മറന്നിട്ട് ഭർത്താവിന്റെ സഹായം പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ചു വരികയായിരുന്നു. എന്റെ അമ്മയുടെയും എന്റെ ഇടയിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. എന്നാൽ നീ എന്നാണോ എന്റെ വീട്ടിൽ വന്നിട്ട് പോയത് അതിനുശേഷം എന്റെ അമ്മയുടെ പഴയ ഓർമ്മകള് വീണ്ടും നീ ട്രിഗർ ചെയ്തിട്ട് പോയില്ലേ. കുറെ നാളായി എന്റെ അമ്മയെ സമാധാനത്തിൽ ഒന്ന് ചിരിച്ച് കണ്ടിട്ട്. അത് കേട്ടപ്പോ സന്ധ്യയ്ക്ക് അല്ല ഞാനിപ്പോ ആ ഒരു കൊലയാളിയിൽ നിന്ന് അപകടത്തിൽ പെടുന്ന പെൺകുട്ടികളെ രക്ഷിക്കാനല്ലേ ശ്രമിച്ചുകൊണ്ടിരുന്നത്, എന്നാൽ വിക്ടിംസിന് അത് കാരണം പല ഇമോഷണൽ ഡാമേജുകളും ഫാമിലിയിൽ ഉണ്ടാവുന്നുണ്ടോ? അമറിനോട് അവള് പറയുന്നുണ്ട് ഞാൻ എല്ലാ ആളുകൾക്കും നീതി ന്യായം ലഭിക്കണമെന്ന് മാത്രമേ കരുതിയുള്ളൂ, എന്നാൽ എന്റെ പാത തെറ്റാണ്. ഒരിക്കൽ ചക്രവർത്തി സാറ് പറഞ്ഞ പോലെ അവരെ വീണ്ടും തകർത്ത് കളയുന്ന ആ സത്യങ്ങളെയൊക്കെ മൂടി വെക്കുന്നത് തന്നെയാ നല്ലത്. അതുകൊണ്ട് ഇനി ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ സന്ധ്യയുടെ ഇൻവെസ്റ്റിഗേഷൻ ജനങ്ങളിലേക്ക് എത്താതെയായി. പോലീസിനും മുന്നോട്ട് ഒന്നും കൊണ്ടുപോകാനും കഴിയുന്നില്ല. അവസാനം സ്ട്രെസ് ആയപ്പോ ഒരിക്കൽ സന്ധ്യ പറഞ്ഞിരുന്നില്ലേ 30 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു ഗ്രാമത്തില് ആരൊക്കെയായിരുന്നു അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് അവരുടെയൊക്കെ ലിസ്റ്റ് എടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ മാക്സിമം ലിസ്റ്റുകൾ കളക്ട് ചെയ്യുമ്പോൾ അതേ സമയത്ത് സന്ധ്യയും അമറും ഒന്നിച്ചുള്ള ജീവിതത്തിന് കല്യാണത്തിന് വേണ്ടി പ്രിപ്പയർ ആവാണ്. കല്യാണത്തിന് മുമ്പുള്ള ഒരു പാർട്ടിയുടെ ഇടയിൽ നമ്മുടെ ഇൻസ്പെക്ടർ വിളിച്ചിട്ട് ഓൾറെഡി അവൾ പറഞ്ഞ ഐഡിയ പ്രകാരം എംപ്ലോയീസിന്റെ ലിസ്റ്റ് തയ്യാറാക്കി പറയുമ്പോൾ ഇനി ഇൻവെസ്റ്റിഗേഷനിൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്, പുതിയൊരു ലൈഫിലേക്ക് ഞാൻ ഇറങ്ങാൻ പോവാണ്, അതും പറഞ്ഞ അവള് ഫോൺ കട്ടിയാണ്. അതേ സമയത്താണ് നമ്മുടെ അമറിന് ഒരു കോള് വരുന്നത്. അമറിന്റെ അച്ഛനെ വിളിച്ചത്. അമറിന്റെ അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പേടിച്ച് അവൻ വേഗം തന്നെ ഓടി വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മയില്ലേ വീടിന്റെ മുകളിലെ നിലയിൽ നിന്ന് താഴെ വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ സങ്കടം സഹിക്കാൻ പറ്റാതെ അവന്റെ അച്ഛനാണെങ്കിൽ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. അമറിനും തന്റെ അമ്മയുടെ വിയോഗം സഹിക്കാൻ പറ്റിയില്ല. അമറിന്റെ അച്ഛനാണെങ്കിൽ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കൂട്ടുകാരനായ ഐജി വന്നിട്ട് നീ വിഷമിക്കാതെ, ഞാൻ SI രാജുവിനോട് പറയാം ഇനിയും അവളെ വേദനിപ്പിക്കാനേ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാനേ. അത് കേട്ടപ്പോൾ സന്ധ്യ അമറിനോട് നിന്റെ അമ്മയെ നീ ഒന്ന് നോക്ക്, ശരീരം മുഴുവനായിട്ട് മുറിവുകൾ കാണുന്നില്ലേ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് തന്നെയാ നല്ലത്. ഇനിയിപ്പോ ഇതിന്റെ പിന്നിലും ആ ഒരു കില്ലർ ആണെങ്കിലോ? അത് കേട്ടപ്പോ അമർ ദേഷ്യത്തിലെ നീ എന്താ പറയുന്നേ, ഇപ്പോഴും നിനക്ക് കേസ് എന്നാ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവോ? അപ്പോൾ അവന്റെ അച്ഛനും അവളെ ഇനി വേദനിപ്പിക്കണ്ട, ഐജിയോട് ബാക്കിയുള്ള കാര്യം ചെയ്തോ. അങ്ങനെ ആ ഒരു അമ്മയുടെ മരണച്ചടങ്ങുകളൊക്കെ നടന്ന ശേഷം നമ്മുടെ സന്ധ്യയിലെ ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് വന്നപ്പോ ആ ഒരു അമ്മ മുകളിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇപ്പോ എനിക്കധികം കൂട്ടുകാരൊന്നുമില്ല, അങ്ങനെ ഒരു പാവയെ കാണിച്ച് ഇവന്റെ പേര് ഞാൻ പുജിയെന്ന് ഇട്ടിട്ടില്ലേ, ഇവനെ ഇപ്പൊ ഞാനൊരു ഫ്രണ്ടായി കണ്ടിട്ടില്ലേ, എന്റെ എല്ലാ കഥകളും ഇവനോടാ ഞാൻ പറയാറ്. ഇനിയിപ്പോ എനിക്കൊരു ഫ്രണ്ട് സന്ധ്യ നീ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്റെ ഫ്രണ്ടിനെ നീ വെച്ചോ. എന്നാലും സന്ധ്യ എന്തായാലും ഞാൻ ഈ വീട്ടിലേക്കല്ലേ വരാൻ പോകുന്നത്, ഇപ്പോ അമ്മ തന്നെ വെച്ചൊന്നും പറഞ്ഞ് അന്ന് അവളെ പോയതാണ്. എന്നാല് ഇപ്പോ ആ അമ്മ ജീവനോട്ടില്ലല്ലോ. അപ്പോ അന്ന് ആ അമ്മ കൊടുത്ത ആ ഒരു പാവ ഇപ്പോ വീട്ടിലേക്ക് എടുത്തിട്ട് പോവാണ്. അപ്പോൾ പതി ആ പാവ തിരിച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ വേറൊരു ചെറിയ പാവ, അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഇന്നൊരു പാവ, അവസാനം നോക്കുമ്പോൾ ഒരു ബോക്സ്, അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു പാദസരവും അതുപോലെ ഒരു കമ്മലും കാണുകയാണ്. ആ ഒരു കമ്മല് കണ്ടപ്പോൾ അവള് ഷോക്കായി പോകുന്നുണ്ട്. കാരണം അത് നമ്മുടെ ഹീറോയിൻ സന്ധ്യയുടെ അവളുടെ കമ്മല് തന്നെ. ഈ ഒരു കമ്മല് കഥയുടെ ആദ്യത്തെ തന്നെ അവള് ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ബോബിയോട് അവളുടെ ഡെസ്കിൽ നിന്ന് എടുക്കാൻ പറഞ്ഞതായിരുന്നു. അതിനുശേഷം ബോബി മരണപ്പെട്ട ശേഷം ആ കമ്മലിന്റെ കാര്യം തന്നെ സന്ധ്യ മറന്നുപോയിരുന്നു. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ പോലീസ് ടീം 30 വർഷം മുമ്പത്തെ എംപ്ലോയീസിന്റെ ലിസ്റ്റ് എടുത്തിരുന്നില്ലേ, അവസാനം അവർക്ക് അന്ന് ഒരു എംപ്ലോയിയുടെ മേലെ ഒരു കേസ് വന്നതായിട്ട് ഫൈൻഡ് ആവാണ്. അതേ സമയത്ത് നമ്മുടെ സന്ധ്യയ്ക്ക് SI ആ ഒരു ലിസ്റ്റ് അയച്ചു കൊടുത്തിരുന്നില്ലേ, ആ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവൾക്കും സംശയം വരുന്നത് നമ്മുടെ അമറിന്റെ അച്ഛനില്ലേ അയാളെ തന്നെ, അവളുടെ അമ്മായിയപ്പൻ. പോലീസ് ഫൈൻഡ് ചെയ്തതും അയാളെ തന്നെ. ഓൾറെഡി അയാളുടെ ഭാര്യ മരണപ്പെട്ടതല്ലേ, അപ്പോൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് രാത്രി തന്നെ അയാൾക്ക് കൊടുക്കാനായിട്ടും കാര്യങ്ങൾ അന്വേഷിക്കാനും സന്ധ്യ അങ്ങോട്ട് പോവാണ്. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു പറയുമ്പോൾ എനിക്കിപ്പോൾ വിശക്കുന്നില്ല, വല്ലാതെ തലവേദന എടുക്കുന്നുണ്ട്, എനിക്കൊരു കോഫി ഉണ്ടാക്കി തരുമോ? എന്നാല് അവള് കോഫി എടുക്കാൻ പോകുന്നതിനുള്ളിൽ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ നമ്മുടെ അമ്മായപ്പനല്ലേ അയാളെ ചോദിക്കുന്നുണ്ട്, ആഹാ എന്റെ DNA സാമ്പിൾ എടുക്കാൻ നോക്കുമായിരുന്നല്ലേ, എന്റെ ഭാര്യ മുകളിൽ നിന്ന് താഴെ വീണുവെന്ന് ഞാനങ്ങ് പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചു. ഇതുവരെ സത്യം കണ്ടെത്തിയ ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല, ഇനിയിപ്പോ നിന്നെയും ഞാൻ തീർക്കേണ്ടി വരുമല്ലോ. നിന്നെ എങ്ങനെയാ തീർക്കണ്ടേന്നാ ഞാൻ ആലോചിക്കുന്നത്. നിന്റെ ഫ്രണ്ട് ബാബിയില്ലേ അവളെ തീർത്ത് പോലാക്കിയാലോ? അത് കേട്ടപ്പോ സന്ധ്യക്ക് പ്രഷർ കയറി അയാൾ അറ്റാക്ക് ചെയ്യാൻ നോക്കാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവുന്നുണ്ട്. ആ ഒരു ഫൈറ്റിനിടയിൽ അവൾ അനിയത്തിയായി കണ്ട ബോബിയുടെ മുഖവും അതുപോലെ ചെറുപ്പത്തിലെ അവൾ അനുഭവിച്ച ആ ഒരു അബ്യൂസിന്റെ ഭയവും എല്ലാം മനസ്സിലോട് വരികയാണ്. അങ്ങനെ അവസാനം അയാളെ മുറിവേൽപ്പിച്ചിട്ട് ലോക്ക് ചെയ്തിട്ടാണ്. അങ്ങനെ അവളുടെ ഉള്ളിലെ ഭയത്തിനെ എന്നേക്കുമായിട്ട് അവൾ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ പോലീസ് ടീം അങ്ങോട്ട് എത്തുന്നതും അയാളെ നേരെ എടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മുടെ ആനന്ദി അയാളോട് ചോദിക്കുന്നുണ്ട്, നീയാണ് ഈ കൊലപാതകത്തിന്റെ ഒക്കെ പിന്നിലെന്ന്, എല്ലാ എവിഡൻസും മാച്ച് ആയിട്ടുണ്ട്, നിന്റെ മോട്ടീവ് ലക്ഷ്യം എന്താ? അയാളുടെ DNA റിപ്പോർട്ട് കൊടുത്തിട്ടും അയാൾ വായ തുറക്കുന്നേയില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ സന്ധ്യ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ ആനന്ദി ആണെങ്കിൽ നീ ഇനി ചോദിച്ചാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അവളാണെങ്കിൽ എനിക്ക് കാര്യമുണ്ട്, കാരണം അയാളെ കൊന്നതില് ഒരാള് എന്റെ അനിയത്തിയെ കണ്ട ബോബിയായിരുന്നു, അവളെ എന്തിനാ കൊന്നെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും കൊലപാതകം ചെയ്തിട്ട് നിങ്ങൾ എന്താ നേടിയേ? പോലീസിന്റെ ലിസ്റ്റില് ലക്ഷ്മിയാണ് നീ ആദ്യം ഉപദ്രവിച്ച് കൊലപ്പെടുത്താൻ നോക്കിയേ,
അതിന് മുൻപ് നീ വേറൊരാളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ അയാളുടെ മുമ്പിൽ വെക്കുമ്പോൾ അത് അയാളുടെ ചെറുപ്പത്തിലെ ഫോട്ടോയാണ്. ഇയാളുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയതാണ്. അപ്പോ ആ ഒരു ഫോട്ടോയിലുള്ളത് ഇയാളുടെ ചെറിയച്ഛന്റെയും ഭാര്യ രുക്മിണിയാണ്. അപ്പോ അവരെ ഫോട്ടോ കണ്ടപ്പോ അയാൾക്ക് പഴയ എന്തൊക്കെ ഓർമ്മ വരികയാണ്. എനിക്ക് ആരുമില്ലാതായപ്പോ ഭക്ഷണവും വസ്ത്രവും എന്റെ എല്ലാ കാര്യവും നോക്കിയത് എന്റെ ചെറിയച്ഛന്റെ ഭാര്യ, ഞാൻ അമ്മയെ പോലെ കണ്ട രുക്മിണി അമ്മയായിരുന്നു. എപ്പോഴും മുല്ലപ്പൂവും വെച്ചുകൊണ്ട് അതുപോലെ ആ ഏരിയയിൽ എല്ലാ കുട്ടികളെയും ഡാൻസും പഠിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഡാൻസും കളിച്ച് വളരെ സുന്ദരിയായിട്ടുള്ള വളരെ നല്ല സ്നേഹമുള്ള ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ സന്ധ്യ, നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ ഇഷ്ടമില്ലാതെ നമ്മുടെ ശരീരത്തിൽ ഒരാൾ കൈവച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഫീൽ ആവാന്ന്? എന്നാൽ ഞാൻ കരുതിയിരുന്നത് അവര് നല്ല സ്ത്രീയാന്ന്. എന്നാൽ പലപ്പോഴും അവരെന്നെ അബ്യൂസ് ചെയ്തപ്പോ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, അല്ല അവര് നല്ല സ്ത്രീ തന്നെയാ, ഒരിക്കൽ അവര് നന്നാവും. എന്നാൽ പലപ്പോഴും അവര് ഓരോരോ ഫ്രൂട്ട്സോ എന്തെങ്കിലും തന്നിട്ട് എന്നെ അബ്യൂസ് ചെയ്യുമ്പോഴൊക്കെ പിന്നീട് എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ അങ്ങനെ ഒരിക്കൽ അവരെന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോ ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ചെറിയച്ഛൻ വന്നേ. അത് കണ്ടപ്പോ ആ ഒരു സ്ത്രീ രുക്മിണിയില്ലേ, ഇവനാണ് എന്നെ ഉപദ്രവിച്ചെന്ന് പ്ലേറ്റ് അങ്ങ് മറിക്കുകയാണ്. അങ്ങനെ അവളുടെ ആ ഒരു ചിലങ്ക് വെച്ചിട്ട് അവനെ വല്ലാതെ ഉപദ്രവിച്ചപ്പോ അവൻ കുറെ പറഞ്ഞു നോക്കുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഭാര്യ അവരാണ് എന്നെ ഉപദ്രവിച്ചത്. എന്നാൽ കേൾക്കാതായപ്പോ അങ്ങേരെയും അടിച്ച് താഴെയിട്ടിട്ട് രുക്മിണി ചോദിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടതല്ലേ? അങ്ങനെ അവരെ അബ്യൂസ് ചെയ്ത് ഇല്ലാതാക്കിയ ശേഷം അവർ മുല്ലപ്പൂ അടട്ടിട്ടാണ് ആ വീട്ടിൽ നിന്ന് അവനെ നോടി രക്ഷപ്പെട്ടു പോയത്. അതിനുശേഷമാണ് ഏതെങ്കിലും സ്ത്രീകള് മുല്ലപ്പൂ വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ആരെങ്കിലും ഡാൻസ് കളിക്കുമ്പോൾ ചിലങ്കിടില്ലേ, അങ്ങനെ ചിലങ്കയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ആ ഒരു രുക്മിണിയുടെ അവരുടെ മുഖം മനസ്സിൽ വരും. അപ്പോൾ പതിയെ ഇയാളൊരു സൈക്യുവായി മാറിയിട്ട് കുറേയധികം മർഡേഴ്സ് വീണ്ടും ചെയ്തപ്പോൾ പതിയെ മനസ്സൊന്നും അടുത്തു. അപ്പോഴാണ് ഒരു പെൺകുട്ടിയെ കണ്ട് അവളോട് ഇഷ്ടം തോന്നുന്നത്. ഇനി എല്ലാം അവസാനിപ്പിച്ച് അവളുടെ കൂടെ കുടുംബ ജീവിതം നടത്താൻ തീരുമാനിച്ചതാ. അപ്പോ സന്ധ്യ ചോദിക്കുന്നുണ്ട്, അപ്പൊ നിർത്തിയിട്ട് വീണ്ടും നിങ്ങൾ എന്തിനാ തുടങ്ങി? അത് എനിക്ക് പ്രായക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പല കാര്യങ്ങളും മറക്കുന്ന പോലെ തോന്നിയിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഡെംനീഷ്യയുടെ 3ാമത് സ്റ്റേജിലായി. എന്നാൽ ആരെയൊക്കെ ഞാൻ മറന്നാലും എന്റെ ജീവിതം തകർത്ത ആ സ്ത്രീയെ രുക്മിണിയെ ഒരിക്കലും ഞാൻ മറക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരിക്കൽ അവിചാരിതമായിട്ട് ബോബിയെ കാണുന്നത്. അപ്പോൾ അവളാണെങ്കിൽ പുതുതായിട്ടെന്തോ ഡാൻസ് പഠിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് ചിലങ്ക എടുത്തിട്ട് എന്നെ കുലുക്കി കാണിച്ചു. അപ്പോൾ ആ രുക്മിണിയുടെ മേലെയുള്ള എല്ലാ ദേഷ്യവും ബോബിയുടെ മേലെ തീർക്കാൻ ഞാൻ തിരിച്ചു. അതിനുശേഷം നടന്ന കൊലപാതകത്തിലും ഇതുപോലെ തന്നെ അവരുടെ കയ്യിലെ ചെറിയ ചിലങ്ക പോലത്തെ ശബ്ദമുണ്ടാക്കുന്ന ഒരു മുത്തുണ്ടായിരുന്നു. അവിടെയും ഞാൻ ട്രിഗറായി. അപ്പൊ സന്ധ്യ, അതൊക്കെ ഓക്കെ, പിന്നെ അവസാനം നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ഭാര്യയെ കൊലപ്പെടുത്തിയ? അത് അവളെന്റെ സത്യങ്ങളെ കണ്ടുപിടിച്ച് കളഞ്ഞില്ലേ? അതായത് ഒരിക്കൽ കബോർഡ് വൃത്തിയാക്കുമ്പോൾ ഇതുവരെ അയാളെ കൊലപ്പെടുത്തിയ ഓരോ പെൺകുട്ടികളുടെയും ഓരോ വസ്തുക്കള് ചിലങ്കയായിട്ടും മുത്തുകളായിട്ടൊക്കെ ഒരു ബോക്സിൽ വെച്ചിരുന്നു. അത് കണ്ടപ്പോൾ അവർക്ക് സംശയം തോന്നിട്ട് അതിൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ആ ഒരു പാവയുടെ ഉള്ളിൽ വെച്ചതാണ്. അതേസമയത്ത് നമ്മുടെ സൈക്കോയ്ക്ക് കാര്യം കത്തിയിട്ടുണ്ട്. അപ്പൊ തന്റെ ഭാര്യയോട്, നീ ഒരു ഡയറി എഴുതിയാലോ, അല്ലെങ്കിൽ നീ എന്ത് സാധനം എവിടെ വെച്ചാലും ഞാൻ ചോദിക്കാതെ എടുക്കാറില്ലല്ലോ, അതുപോലെ എന്റെ പേഴ്സണൽ സാധനങ്ങൾ നീ എടുക്കാൻ പാടില്ല, അതുപോലെ നീ എന്തിനാ ഇന്ന് മുല്ലപ്പൂ വെച്ചിട്ടില്ലേ? എനിക്കിത് ഇഷ്ടമല്ലാന്ന് അറിയില്ലേ? നിനക്ക് എന്നെക്കുറിച്ച് പല സത്യങ്ങളും പലരോടും പറയണല്ലേ? ഇതുവരെ എന്നെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരും ജീവനോടെയില്ല. അങ്ങനെയാണ് ഭാര്യ എന്ന് പോലും നോക്കാതെ അവരെ മുകളിൽ നിന്ന് താഴത്തേക്ക് തള്ളിവിടുന്നത്. എന്റെ ജീവിതചക്രം രുക്മിണിയിൽ തുടങ്ങിയിട്ട് അവസാനം എന്റെ ഭാര്യയില് കറക്റ്റ് വട്ടത്തിൽ വന്ന് നിൽക്കുകയല്ലേ? അപ്പൊ സന്ധ്യ, ഇത്രത്തോളം കൊലപാതകം ചെയ്തിട്ടും നിങ്ങൾക്ക് കുറ്റബോധം എന്ന് പറയുന്ന ഒന്നില്ലേ? അതിന് എനിക്ക് ഡിംനീഷ്യല്ലേ, ഞാനെല്ലാം മറന്നുപോലെ. നിങ്ങൾ ഇതൊക്കെ ഓർത്തിട്ട് വേവലാതിപ്പെട്ടോ? ഇതുവരെ ഒരു മനുഷ്യനോടല്ല മൃഗത്തോട് സംസാരിച്ച് നമുക്ക് ഉറപ്പായപ്പോ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പോലീസ് ചോദിച്ചിട്ട് പറയാത്ത എല്ലാ സത്യങ്ങളും അയാള് തുറന്നു പറഞ്ഞില്ലേ? അങ്ങനെ അവസാനം സന്ധ്യയിലെ ഇനി ഒരിക്കലും വേണ്ടാന്ന് തീരുമാനിച്ച അവളുടെ ബ്രോഡ്കാസ്റ്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇടയ്ക്കെവിടെയോ എന്റെ ജീവിതത്തിലെ വെളിച്ചമില്ലാതായതാ. എന്നാല് ഇപ്പോ എനിക്ക് ആ ഒരു വെളിച്ചം തിരിച്ചു കിട്ടിയ പോലെ. എന്നാല് ഇത് എന്റെ ഒരാളുടെ മാത്രം എഫേർട്ടല്ല. അബ്യൂസ് നേരിട്ടിട്ട് ആരെയും ഭയക്കാതെ തുറന്നുവെന്ന് പറഞ്ഞില്ലേ, അവരുടെ എല്ലാവരുടെയും വിജയമാണ്. അവരുപദ്രവിച്ച ആ ഒരു സൈക്കോ ഇനി ഇരുമ്പഴിക്കുള്ളിലാണ്. അങ്ങനെ ചെറുപ്പത്തിലൊരിക്കൽ തിയേറ്ററിൽ നിന്ന് അബ്യൂസ് നേരിട്ടിട്ട് പിന്നീട് ഒരിക്കലും അങ്ങോട്ടുള്ള പോയിരുന്നില്ല. അപ്പൊ ധൈര്യത്തില് വീണ്ടും അവള് ഒരു മൂവി കാണാൻ പോവാണ്. അതുപോലെ അമറിനെ മേറ്റ് ചെയ്തിട്ട്, എന്റെ അമ്മ ഒരു പാവായിരുന്നു, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അച്ഛനെ പോലെയല്ല. അങ്ങനെ അവര് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അവസാനം ഹാപ്പി എൻഡിങ്ങോടെ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. കുറേ നാളായിട്ട് റെഗുലറായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന നിങ്ങൾ കാണാറില്ല. അതിന്റെ ശരിക്കുള്ള കാരണം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് മനസ്സിലായത്. അതായത് ചെറുപ്പം മുതൽ ഒരു 5 വയസ്സ് മുതൽ ഞാൻ അത്യാവശ്യം നല്ല പവറുള്ള ഗ്ലാസ് വെക്കാറുണ്ട്. അപ്പോൾ നോർമലി പല ആളുകളും ഗ്ലാസ് വെക്കുന്ന കാണാറുണ്ട്. അപ്പോൾ ഗ്ലാസ് വെച്ചാൽ പ്രശ്നം തീരുന്നതാണ് ഞാൻ കുറേ മുമ്പ് വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണിന് മങ്ങലുകൾ കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പവറുകൾ മാറിയും കുറഞ്ഞു വരുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന കരുതിയിട്ട് അതിന്റെ പിന്നാലെ പോവുകയും ചെയ്തു. പിന്നെ ഒരു പ്രായത്തില് നമുക്കിനിയിപ്പോൾ എങ്ങനെയൊക്കെ ആര് പറഞ്ഞു തന്നാലും കൂടുതലായിട്ട് മനസ്സിലാക്കാനും പറ്റൂല. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും കണ്ണിന് നല്ല രീതിയിലുള്ള പെയിൻ വരാറുണ്ട്. സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ നല്ല എക്സ്ട്രീം പെയിൻ. അപ്പോൾ കുറച്ചു നേരം പെയിൻ വരുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചു നേരം കടന്നിട്ടോ അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും വന്ന് കണ്ടിന്യൂ ചെയ്യാറാണ്. അപ്പോൾ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നത് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്ത് പോകാൻ പറ്റും. ഓൾറെഡി കുറേ കടവും ബാധ്യതയിലൊക്കെ ഉണ്ട് ഈ ട്രീറ്റ്മെന്റിന് പിന്നാലെ പോയതും അതിന്റെ മുമ്പുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാന്നുള്ള പ്രതീക്ഷ ഉണ്ടായി. പക്ഷെ ലാസ്റ്റ് ഇപ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നപ്പോൾ അവർ പറഞ്ഞത് ഇത് കണ്ണിന്റെ മെയിൻ റെറ്റിന നരമ്പിനുള്ള നരമ്പാണോ റെറ്റിനയാണോ, റെറ്റിനയ്ക്കുള്ള തേയ്മാനാണ്. അത് അത്യാവശ്യം നല്ല
രീതിയിൽ തന്നെ എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത് കറക്റ്റ് പറയാൻ പറ്റില്ല. ഫർദറായിട്ട് ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കുക, എത്രത്തോളം വേഴ്സ് ആവുന്നുണ്ട് നോക്കുക. അതല്ലാതെ ഇത് റിവേഴ്സ് ചെയ്യാനോ മാറ്റാനോ ആയിട്ട് നിലവിലൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ ഓരോ വർക്കിന് എത്രത്തോളം സ്ട്രെയിനുകൾ ഞാൻ ഇനി ഇട്ടേ മതിയാവുള്ളൂ. ഇനി ഈ പ്രൊഫഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും പ്രൊഫഷൻ തിരഞ്ഞെടുത്താലും പറ്റില്ല. കാരണം ഓവർ സ്ട്രെയിൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെറ്റിനെ തന്നെ ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം എത്രത്തോളം ജെന്യൂനാന്ന് അത്യാവശ്യം ഈ ഐ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ മെഡിക്കൽ ഐ ഫീൽഡിലുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഈ ഡിസീസിൻ്റെ പേര് റെറ്റിനൽ അട്രോഫി അങ്ങനെ എന്തോ ആണ്. ഇപ്പോൾ കണ്ണിൻ്റെ തേയ്മാനത്തിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എന്ത് ചെയ്യാം, ഇപ്പോൾ താഴെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ അവസ്ഥ. ഇതിൽ കൂടുതൽ എന്താണ് അവസ്ഥ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു സ്കാന് കൂടണം. അപ്പോൾ അത് നെക്സ്റ്റ് മന്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം സാമ്പത്തികമായിട്ട് നല്ല ടൈറ്റിലായതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എത്രത്തോളമാണ്, അവിടെ ബ്ലീഡിങ്ങോ വേറെ എന്തെങ്കിലും ഉണ്ടോ, അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും. അപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം എൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലത്തിൽ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. വേറെയും കുറേയധികം മെൻ്റലി ഡൗൺ ആക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയിട്ടാണ് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ മാക്സിമം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലാണ് എനിക്ക് ഇത്രത്തോളം പെയിൻ സഹിച്ചിട്ടും എഫേർട്ട് ഇടാൻ പറ്റുക. അപ്പോൾ എനിക്കായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അത് മാക്സിമം ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തുക. കൂടുതൽ ഞാനിങ്ങനെ വലിച്ചു നീട്ടി പറയുന്നില്ല. അപ്പം മറ്റൊരു നല്ല കഥയുമായിട്ട് നമുക്ക് വേഗം തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ഇത് നിങ്ങളുടെ ട്വിസ്റ്റ് മലയാളി. ടാറ്റ, ബൈ ബൈ.